நம்முடைய விசுவாசத்தை சேதப்படுத்தக்கூடிய പാവങ്ങളെ നാം പാർത്തു വരുகிறோம். നമ്മുടെ വിശ്വാസത്തെ അപകടപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പാർഷ്യാലിറ്റി നമ്മളുടെ വിശ്വാസത്തെ சேதப்படுത്തും. പക്ഷഭേദം നമ്മളുടെ വിശ്വാസത്തെ അപകടപ്പെടുത്തും. പെരുமை നമ്മളുടെ വിശ്വാസത്തെ சேதப்படுത്തും. നിഗളം, അഹങ്കാരം നമ്മളുടെ വിശ്വാസത്തെ അപകടപ്പെടുത്തും. சுயபலன் நம்மளுடைய எவ்வளவுக்கு எவ்வளவாய் நம் சுயபலன் உடையவர்களா இருக்கிறோமோ அது വിശ്വാസം. നമ്മളുടെ സ്വയശക്തി, നമ്മളെ എത്രയ്ക്ക് നമ്മളെ സ്വയത്തിലെ ശക്തിമാന്മാരായിരിക്കുന്നുവോ അത്രയധികം നമുക്ക് വിശ്വാസം കുറവായിരിക്കും. திருச்சபையை குறித்து ஆண்டவர் சொன்ன பிக்சர் எல்லாம் ஒரு சிறு லிட்டில் சைல்ட குறித்து சொன்னார். ஒரு சபையை குறித்து சொல்லும் பொழுது ജീസസ് ഒരു ലിറ്റിൽ ചൈൽഡ് കമ്പയർ பண்ணார். സഭയെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ കർത്താവ് ഒരു കൊച്ചു കുഞ്ഞിനെയാണ് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ஓநாய்கள் மத்தியில உங்களை ஆடுகளாகி உங்களை அனுப்புறேன் அப்படின்னு சொல்லிட்டு ஒரு ஆடை காமிச்சார். ചെന്നായ്ക്കളുടെ മധ്യത്തില് ഒരു ആടുകളായിട്ട് കുഞ്ഞാടുകളായിട്ട് അയക്കുന്നു ഒരു ആടിനെ കർത്താവ് അവിടെ കാണിക്കുന്നു. இன்னொரு இடத்துல ஒரு ஏழை விதவை அப்படின்னு சொன்னார். വേറൊരു ഇടത്തില് ഒരു വിഡോ, ഒരു പാവപ്പെട്ട വിധവ എന്ന് കർത്താവ് പറയുന്നു. ഇതാണ് ജീസസ് കാണിച്ചതാണ് ഇമേജസ്, പിക്ചേഴ്സ് എല്ലാം. ഇതൊക്കെയാണ് കർത്താവ് കാണിച്ച ചിത്രങ്ങൾ. ഇവർക്കെല്ലാം ഏത് ബലൻ? ഇവർക്കൊക്കെ എവിടെ ബലമുള്ളത്? ഒരു ഏഴ് വിധവയ്ക്ക് ഏത് ബലൻ? ഒരു ആട്ടുകുട്ടിക്ക് ബലൻ? ഒരു സിറു കുഴന്തയ്ക്ക് ഏത് ബലൻ? ഒരു പാവപ്പെട്ട വിധവയ്ക്ക് എവിടെ ബലം? ഒരു ചെറിയ കുട്ടിക്ക് എവിടെ ശക്തി? ഒരു ആടിന് എവിടെ അതിന്റെ ശക്തിയുള്ളത്? ஆனால் நாம் இயற்கையாகவே நாம் மாம்சத்தில் பலசாலிகளாய் நாம் இருக்கிறோம். നാം സ്വാഭാവികമായിട്ട് നമ്മളുടെ ജഡത്തിൽ നാം വളരെ ബലമുള്ളവരാണ്. நம்மளுடைய பலம் இருக்கிற வரைக்கும் தேவன் தம்முடைய பலத்தை விளங்க வைக்க முடியாது. നമ്മളുടെ ബലം ഇരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് തന്റെ ശക്തി നമ്മളിലേക്ക് പകരുവാൻ സാധിക്കുകയില്ല. നമ്മെ ബലവീനപ്പെടുത്തി ദൈവം തമ്മുടെ ബലത്തെ വിളങ്ങ വയ്ക്കാൻ വിരുമ്പുகிறார். നമ്മളെ ബലഹീനരാക്കി നമ്മളെ ബലവാന്മാരാക്കാൻ, ശക്തിയുള്ളവരാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. 2 Corinthians chapter 4. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തില് നാം verse 7 വാസിக்கிறோம். ഇവിടെ നാം 7-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. നാം இந்த മഹത്വமான இந்த வல்லமை எங்களால் உண்டாயிராமல், ഇത്ര മഹത്വമുള്ള ഈ ശക്തി ഞങ്ങളിൽ നിന്ന് ഉണ്ടായതായിട്ട് ആയിരിക്കാതെ ദേവനാൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വിളങ്ങുംപടി, ദൈവത്താൽ അത് വന്നു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും വണ്ണം. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് மோசஸ் அந்த எகிப்தினுடைய பார்வோனுடைய ரதங்கள் சேனைகள் எல்லாம் செங்கடல் விழுந்துச்செல்லாம். മോശയുടെ കാര്യം, മിസ്രൈമിന്റെ സൈന്യങ്ങളും രഥങ്ങളും എല്ലാം ചെങ്കടലില് മുങ്ങിപ്പോയി. എല്ലാം അക്കരപ്പെട്ടാர்கள். അതെല്ലാം അക്കരയ്ക്കായി കഴിഞ്ഞു. இப்ப இந்த செங்கடலினுடைய கடற்கரையில் எல்லாம் எகிப்தியருடைய சடலங்களாய் கிடக்குது. ചെങ്കടലിന്റെ ആ കടൽക്കരയില് മിസ്രൈം സൈന്യത്തിന്റെ ശവശരീരങ്ങള് കിടക്കുകയാണ്. பார்வோனுடைய முழு ആർമിയും செங்கடலில் மூழ்கடிக்கப்பட்டது. ഫറവോവും അവന്റെ മുഴുവൻ സൈന്യവും ചെങ്കടലിൽ മുങ്ങിപ്പോയി. இப்ப மோசஸ் ஒரு கேள்வி கேட்கிறோம். മോശയോട് നമ്മളൊരു ചോദ്യം ചോദിക്കുക, ഇത് எப்படி ஆணுச்சு அப்படின்னு கேட்டா என்ன சொல்லுவார்? ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചോദിച്ചാൽ அவர்கிட்ட ஒரு மோசஸ் ஒரு இன்டர்வியூ பண்றோம், ഒരു അഭിമുഖം നമ്മൾ മോശയോട് നടത്തുകയാണ്. இதெல்லாம் எப்படி அப்படின்னு சொன்னா, ഇതൊക്കെ എങ്ങനെ സാധിച്ചു? മോശ என்ன சொல்லுவார்? മോശ എന്ത് പറയും? இப்படி പറ, ഇങ്ങനെ കോളർ ഉയർത്തി இந்த வார்த்தை தான் சொல்லுவார். ഈ വചനം തന്നെ മോശ പറയും. இந்த மகத்துவமுள்ள வல்லமை, ഈ അത്യന്ത ശക്തി எங்களால் உண்டாயிராமல், ഞങ്ങളുടെ സ്വന്തം എന്നല്ല, தேவனால் உண்டாயிருக்கிறது என்று விளங்கும்படி, ദൈവത്തിന്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന്. അപ്പൊ ഏജ് എவ்வளவு அப்படின்னா 80+. അപ്പൊ മോശയ്ക്ക് എത്ര വയസ്സുണ്ട്? 80 വയസ്സ് കൂടുതലുണ്ട്. അതേ 40 വയസ്സില്, അതേ മോശ 40 വയസ്സില് അവർക്ക് എല്ലാം இருந்துச்சு. അവർക്ക് നല്ല മസിൽ പവർ ഒക്കെ ഉണ്ടായിരുന്നു. நான் இதை சமாளிப்பேன், நான் எகிப்தியரிலிருந்து நான் விடுதலை பண்ணுவேங்கிறதான ஒரு பெலன் இருந்தது. ഈ മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കും എന്നുള്ള വലിയൊരു സ്വയശക്തി അവനുണ്ടായിരുന്നു. என் கையினால ஒரு ரட்சிப்பு உண்டாகும் நினைச்சார். എന്റെ കൈകൊണ്ട്, എന്റെ ഭുജബലം കൊണ്ട് ഒരു രക്ഷ ഉണ്ടാകുന്നവെന്ന് അവൻ നനച്ചു. അവൻ 80 വയതില്, 80 വയസ്സായപ്പോ இந்த வல்லமை எங்களால் உண்டாயிராமல் தேவனால் உண்டாயிற்று என்று விளங்கப்படி, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം അത്ര എന്ന് വരേണ്ടതിന്. தேவன் அதுக்கு எவ்வளவு ஸ்டெப் எடுக்க வேண்டியது, எவ்வளவு காலம் வெயிட் பண்ண வேண்டியதா இருக்கு பாரு ஒரு மனுஷனை உடைக்கிறதுக்கு.
ഒരു മനുഷ്യനെ നുറുക്കുന്നതിനായിട്ട് ദൈവത്തിന് എത്ര സ്റ്റെപ്പുകള് പടവുകള് അത് പടികൾ എടുക്കേണ്ടതായിട്ട് വന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. எஸ், இப்ப ஆபிரகாம் தன்னுடைய 100 வயதுல ஒரு குழந்தையை பெற்றெடுக்கிறார். അതെ, അബ്രഹാം 100ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിന്റെ പിതാവാകുന്നു. இப்ப அவர்கிட்ட ஒரு இன்டர்வியூ பண்றோம். എബ്രഹാമിനോട് നമ്മൾ ഒരു അഭിമുഖം നടത്തുകയാണ്. இது எப்படி சாத்தியம், இது எப்படி உங்களால் உண்டானது அப்படி கேட்டா என்ன சொல்லுவார்? എങ്ങനെ ഈ കുഞ്ഞുണ്ടായി ഈ വയസ്സിൽ എന്ന് നമ്മൾ ചോദിച്ചാ 86 വയസ്സിലെ കുഴந்தைയെ പെറ്റെടുக்கிறதுக்கு ബലം இருந்தது. 86 വയസ്സില് ഒരു കുഞ്ഞിന്റെ പിതാവാകാനുള്ള ബലം എബ്രഹാമിന് ഉണ്ടായിരുന്നു. ஒரு இஸ்மவேலை பெற்றெடுத்தார். ഒരു ഇഷ്മയേലിനെ അവൻ ഉരുവാക്കി. எஸ், ஆனா 100 வயசுல എന്നാൽ 100 വയസ്സായപ്പോ பலன் இல்ல. എനിക്ക് ബലമൊന്നുമില്ല. அவர்கிட்ட கேட்டா என்ன சொல்லுவார் அப்படின்னா അദ്ദേഹത്തോട് ചോദിച്ച എബ്രഹാമിനോട് ചോദിച്ച എന്ത് പറയും? இந்த வேர்ட்ஸ் சொல்லுவார். ഈ വചനം പറയും, இந்த மகத்துவமுள்ள வல்லமை என்னால் உண்டாயிராமல் தேவனால் உண்டாயிருக்கிறது என்று விளங்கும்படி அப்படின்பார். ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രേ, ദൈവത്തിൽ നിന്നുള്ളത് അത്രേ എന്ന് പറയേണ്ടതിന്. எஸ், அப்ப தேவன் நம்ம உடைத்து தேவனுடைய வல்லமை விளங்க வைக்குவது வரைக்கும் தேவன் தாமதிக்கிறார். ദൈവം നമ്മളെ നുറുക്കി ഉടച്ച് തന്റെ ബലം പകരുവാനായിട്ട് ദൈവം താമസിക്കുന്നു, ദൈവം കാത്തിരിക്കുന്നു. பிரியமானவர்களே, പ്രിയപ്പെട്ടവരെ, ஹோலி மேன் காட்டிலும் புரோக்கன் மேன் தான் முக்கியம். വിശുദ്ധ മനുഷ്യൻ എന്നുള്ളതിനെക്കാട്ടിലും നുറുക്കപ്പെട്ട മനുഷ്യൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. எஸ், மீண்டும் நான் சொல்ல விரும்புகிறேன். ഞാൻ വീണ്ടും അത് പറയുന്നു. ஹோலி மேன், புரோக்கன் மேன். വിശുദ്ധ മനുഷ്യൻ, നുറുക്കപ്പെട്ട മനുഷ്യൻ. ஹோலி மேனை பார்க்கலும் ஹோலி அண்ட் புரோக்கன் மேனா நாம் இருக்கணும். நாம் പരിശുദ്ധ മനുഷ്യൻ, വിശുദ്ധ മനുഷ്യൻ എന്നുള്ളതിനെക്കാട്ടിലും വിശുദ്ധനും നുറുക്കപ്പെട്ടവനുമായ മനുഷ്യൻ എന്നുള്ള നിലയിലേക്ക് നാം വരണം. ജോബ് ചാപ്റ്റർ ഫസ്റ്റില് നാം ചാപ്റ്ററിൽ വാസിக்கிறோம் ഹോലി മാൻ. നാം യോബ് 1-ാം അധ്യായത്തിൽ നാം ഒരു വിശുദ്ധ മനുഷ്യനെ കാണും. Yes, blameless, righteous, God fearing man அப்படின்னு വാസിக்கிறோம். അവൻ കളങ്കമില്ലാത്തവനായിരുന്നു, നീതിമാനായിരുന്നു, ദോഷമിട്ട് അകലുന്നവനായിരുന്നു നാം അവിടെ വായിക്കുന്നു. ஆனால் அவனை என்ன செய்ய முடியாது அப்படின்னா அவனை பேசி ஜெயிக்கவே முடியாது. എന്നാൽ അവനോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റത്തില്ലായിരുന്നു. Yes, അവനെ பேசி ஜெயிக்கவே முடியாது. അവനെ സംസാരിച്ച് ജയിക്കാൻ പറ്റത്തില്ല. 3 பேர் plus 4 எலிகு 4 பேர் பேசியும் அவனை என்ன செய்ய முடியாதுன்னா செல்ஃப் ரைச்சியஸ் பர்சனை ஜெயிக்க முடியாது. 3 + 1 4 പേര് ചേർന്ന് സംസാരിച്ചിട്ട് അവനോട് ചെറുത്ത് നിൽക്കാൻ, അവനെ സംസാരിച്ച് ജയിക്കാൻ സാധിച്ചില്ല. பதிலுக்கு பதில் வந்துகிட்டே இருக்கும் செல்ஃப் ரைச்சியஸ் பீப்புள். ഉരുളക്കുപ്പേര് മാതിരി ചോദ്യത്തിന് ഉത്തരവായിട്ട് വന്നുകൊണ്ടേയിരുന്നു. ஒரு இடத்துல நான் வாசிக்கிறோம், இதுக்கு மேல பேசுறதுக்கு ஒரு வார்த்தை இல்ல, ஓய்ந்து போனார்கள் வாசிக்கிறோம். ഒരിടത്തിൽ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട്, ഇതിൽ കൂടുതൽ സംസാരിക്കാൻ ഒന്നുമില്ല, ഇനിയിപ്പോ റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ ഉള്ള വാർത്ത. End of the book, Job 42 വാസിக்கிறோம், broken man. വായ പൊത്തിയിട്ടാ പറഞ്ഞു. യോബ് 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വാ പൊത്തുന്ന നുറുക്കപ്പെട്ട യോബിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. Yes, holy man, നല്ല കാര്യം. വിശുദ്ധനായ മനുഷ്യൻ എന്നുള്ളത് നല്ല കാര്യം തന്നെ. ஆனால் holy plus broken man இருக்குமே. എന്നാൽ വിശുദ്ധനായിരിക്കണം, എന്നാൽ അതോടൊപ്പം തന്നെ നുറുക്കപ്പെട്ട മനുഷ്യനായിരിക്കണം. Okay, anointed man, നല്ല കാര്യം. അഭിഷേകം ചെയ്യപ്പെട്ട മനുഷ്യൻ, നല്ല കാര്യം. anointed plus broken man ആയിരിക്കണം. അഭിഷേകം ഉണ്ട് എന്നാൽ നുറുക്കവും ഉള്ള മനുഷ്യൻ, അവനാണ് അങ്ങനെയുള്ളവനായിരിക്കണം. Moses, Aaron, both of them were anointed. മോശയും അഹരോനും അഭിഷേകം ചെയ്യപ്പെട്ടവരായിരുന്നു. ஆனால் broken man யாருன்னா மோசஸ் தான். ആരായിരുന്നു നുറുക്കപ്പെട്ടവൻ? ആരായിരുന്നു ചോദിച്ചാൽ അത് മോശയായിരുന്നു. ஆரோன் broken man கிடையாது. അഹരോൻ നുറുക്കപ്പെട്ടവനൊന്നും അല്ലായിരുന്നു. ஒரு மனுஷன் 40 years wildernessல நடத்தினா, ஒரு மனுஷன் 40 days ஜனங்களை நடத்தினா. ഒരു മനുഷ്യൻ മോശ 40 വർഷം വനാന്തരത്തിൽ നടന്നു. അഹരോൻ 40 ദിവസം ജനങ്ങളെ, ഇസ്രായേൽ മക്കളെ നയിക്കാനായിട്ട് നോക്കി. ஆனால் ஆரோன் 40 days தான். when Moses மலைக்கு போகின்ற பொழுது only 40 days தான் அவருடைய டியூரேஷன். മോശ പർവ്വതത്തിലേക്ക് പോയപ്പോൾ 40 ദിവസത്തെ ഒരു പീരീഡേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം കൊണ്ട് അഹരോൻ പരാജയപ്പെട്ടു. 40 നാட்கள் கூட ഒരു ലീഡർഷിപ്പ് കറക്റ്റ് എടുക്കാൻ முடியல. 40 ദിവസം പോലും ഒരു നേതൃത്വം നന്നായിട്ട് ചെയ്യുവാൻ മോശയ്ക്ക് സാധിച്ചില്ല. അപ്പൊ என்ன சொல்லுவோம், ஒரு மனுஷன் மோசஸ் எங்க, ஆரோன் எங்க? അപ്പൊ നമ്മൾ എന്ത് പറയും? മോശ എവിടെ ഇരിക്കുന്നു, അഹരോൻ എവിടെ ഇരിക്കുന്നു? ஆனா ரெண்டு பேருமே anointed. രണ്ടുപേരും അഭിഷേകം ചെയ്യപ്പെട്ടവർ തന്നെ. ஆனால் ஒரு மனுஷன் பிரேக் ஆகல. എന്നാൽ ഒരു മനുഷ്യനെ ഉടയ്ക്കപ്പെട്ടില്ല. ஆரோன் உடைபடாத ஒரு மனுஷன். അഹരോൻ ഉടയ്ക്കപ്പെടാത്ത ഒരു മനുഷ്യനായിരുന്നു. நம்ம சில விஷயங்களை நான் இப்படி பாக்குறோம், anointed broken പിന്നെ broken. ചില വിഷയങ്ങൾ ഇങ്ങനെ കാണുന്നു, അഭിഷേകം ചെയ്യപ്പെട്ടവര് എന്നാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരും നുറുക്കപ്പെട്ടവരുമായിട്ടുള്ളവര്. anointed plus broken. അഭിഷേകം ചെയ്യപ്പെട്ടവരും നുറുക്കപ്പെട്ടവരുമായുള്ളവർ. holy man அல்லது broken man? holy plus broken man. വിശുദ്ധ മനുഷ്യന് അത് വിശുദ്ധവും നുറുക്കവും ഉള്ള മനുഷ്യനോ? യെസ്, ഇവരിടത്തിൽ വിശ്വാസം തങ്ങും. അങ്ങനെയുള്ളവർക്കാണ് വിശ്വാസം
അവരുടെയാണ് നിലനിൽക്കുന്നത്. அவர்கள் மூலமாய் தேவன் தம்முடைய பலத்த சத்துவ வல்லமை தேவன் விளங்க வைக்க முடியும். അങ്ങനെയുള്ളവർ മുഖാന്തരം ദൈവത്തിന് തന്റെ വലിയ ശക്തി പ്രകടിപ്പിക്കുവാൻ അത് വെളിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ஒரு காரியத்தை மறுபடியும் நாம் ஜாக்கப்னுடைய லைஃப்ல இருந்து ஒரு காரியத்தை காண்பிக்க விரும்புகிறேன். യാക്കോബിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. நாம் ബൈബിളിൽ രണ്ട് പ്ലേസസ് ரொம்ப முக்கியமான பிளேசஸ். ബൈബിളിലെ രണ്ട് സ്ഥലങ്ങൾ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ടുണ്ട്. ஒன்று பெத்தேல், இன்னொன்னு பெனியேல். ഒന്ന് ബഥേൽ, വേറൊന്ന് പെനിയേൽ. நாம் பெத்தேல் கிறிஸ்தவர்களாய் நாம் இல்லாமல் பெனியேல் கிறிஸ்டியன்ஸா நாம் இருக்கணும். നാം ബഥേൽ ക്രിസ്ത്യാനികളായിട്ട് ആയി പോകാതെ പെനിയേൽ ക്രിസ്ത്യാനികളായിട്ട് നാം ആയിരിക്കേണ്ടതായിട്ടുണ്ട്. நாம் இங்க இருந்து நான் மூவ் ஆகணும் அப்படின்னா பெத்தேல்ல இருந்து பெனியேலுக்கு நான் மூவ் ஆகணும். നാം ബഥേലിൽ നിന്ന് പെനിയേലിലേക്ക് നാം നീങ്ങേണ്ടതായിട്ടുണ്ട്. ஹவுஸ் ஆஃப் காட்ல இருந்து ஃபேஸ் ஆஃப் காடுக்கு நான் மூவ் ஆகணும். ദൈവത്തിന്റെ ഗൃഹത്തിൽ നിന്ന് ദൈവത്തിന്റെ മുഖത്തിലേക്ക് നാം നീങ്ങേണ്ടതായിട്ടുണ്ട്. நிறைய பேர் ஹவுஸ் ஆஃப் காட குறித்து மேன்மை போராட்டுகிறார்கள். പല ആൾക്കാരും ദൈവത്തിന്റെ ഗൃഹം, ദൈവത്തിന്റെ വീടിനെ കുറിച്ച് അവര് പുകഴുന്നുണ്ട്. எஸ், சிஎஃப்சி குறித்து மேன்மை போராட்டுகிறவர்கள் நம்ம மத்தியில் அதிகம் உண்டு. നമ്മളുടെ ഇടയിലെ പലരും CFC കുറിച്ച് തന്നെ വളരെ പൊങ്ങച്ചം പറയുന്നവരായിട്ടുണ്ട്. எஸ், மெய்யாகவே இந்த ஸ்தலத்தில் தேவன் இருக்கிறார். അതെ, തീർച്ചയായിട്ടും ഈ സ്ഥലത്തില് ദൈവം ഉണ്ട്. இந்த வார்த்தைகளை காண்பிக்க விரும்புகிறேன். ആ വചനങ്ങളെ നമുക്ക് കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ജെനസിസ് ചാപ്റ്റർ 28. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം. ഇതാണ് ബെത്തേൽ ക്രിസ്ത്യൻ. ഇതാണ് ബഥേൽ ക്രിസ്ത്യാനി. ജാക്കബ്, യാക്കോബ്, നുറുങ്കാതവൻ, ഉടൈപെടാതവൻ, നുറുക്കപ്പെടാത്തവൻ, ഉടയ്ക്കപ്പെടാത്തവനായിട്ടുള്ള, സഹോദരനെ വഞ്ചിത്തവൻ, തന്റെ സഹോദരനെ വഞ്ചിച്ചവൻ, തന്നുடைய തകപ്പനെ ഏമാற்றிയവൻ, തന്റെ അച്ഛനെ വഞ്ചിച്ചവൻ, நிறைய ഫുൾ ഓഫ് സ്കീംസ് ഉടയവൻ, ഒരുപാട് നൈപുണ്യങ്ങളും കഴിവുകളും ഉള്ളവൻ, തനക്ക് എർத்லി തിങ്സ്ക്കാகவே தேவனை தேடுகிறவன், ഭൗമികമായ കാര്യങ്ങൾക്കായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവൻ, 10% ക്രിസ്ത്യൻ ഇവൻ, ദശാംശ ക്രിസ്ത്യാനി. ஆனால் எதை குறித்து மேன்மை பாராட்டுவான்? பெத்தேலை குறித்து மேன்மை பாராட்டுவான். ബഥേലിനെ കുറിച്ച് വളരെ പൊങ്ങച്ചം പറയുന്നവനാണ്. verse 10 ல വാസിക്കാം. 10-ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Please read. എന്നാൽ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകയുണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്ത് കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടെ കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മേലെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ എബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവ ആകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. 16-ാമത്തെ വാക്യം. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് അവൻ പറഞ്ഞു. 19-ാമത്തെ വാക്യം. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേര് വിളിച്ചു. verse 20 വാസിക്കണം. ബഥേലിനെ കുറിച്ച കാര്യം എന്നാന്ന് കേട്ടാ verse 20, 21, 22. ബഥേലിനെ കുറിച്ചുള്ള കാര്യം നമ്മൾ 20, 21, 22 വാക്യങ്ങളിൽ വായിക്കുന്നു. ദൈവം എന്നോട് കൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിക്കുവാൻ ആഹാരവും ധരിക്കുവാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായി. അങ്ങനെ മടക്കി വരുത്തുമെങ്കിൽ கர்த்தர் எனக்கு தேவனாயிருப்பார். യഹോവ എനിക്ക് ദൈവമായിരിക്കും. எதுக்காக நம்பிக்கை, எதுக்காக விசுவாசம் எல்லாம் இம்மைக்காக, பிரசன்ட் லைஃப்காக. എന്തിനായിട്ടുള്ള വിശ്വാസം എന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിലെ കാര്യങ്ങൾക്കായിട്ടുള്ള വിശ്വാസം. എന്നോട് കൂടെ വരണോ, എന്നോട് കൂടെ വരണം, എന്നെ കാപ്പാത്തണോ, എന്നെ സംരക്ഷിക്കണം, എനിക്ക് ആഹാരം കൊടുക്കണോ, എനിക്ക് ആഹാരം തരണം, വസ്ത്രം കൊടുക്കണോ, വസ്ത്രം തരണം, எனக்கு பிள்ளைகளுக்கு കൊടുക്കണോ, എനിക്ക് മക്കളെ തരണം, എന്നെ സുഖമായി എല്ലാத்தையும் வரவழைக்கணும், എല്ലാം സുഖമായിട്ട് എല്ലാം നന്നായിട്ട് இதெல்லாம் நீங்க செய்வீரானால், ഇങ്ങനെയൊക്കെ ചെയ്താൽ நீங்க எனக்கு தேவன். അങ്ങ് എനിക്ക് ദൈവമായിരിക്കും. നാനാ பார்த்து உங்களுக்கு 10% കൊടുப்பேன். ഞാന് നോക്കി 10% കാൽക്കുലേറ്റ് ചെയ്ത് 10% തരാം. 10% ക്രിസ്ത്യാനികൾ, 10% ക്രിസ്ത്യാനികൾ, ദശമഭാഗം, ദശാംശ ക്രിസ്ത്യാനികൾ. ദശമഭാഗം അതിനുடைய എംഫസിസ് എങ്ക இருக்குன்னா இங்க இருக்கு பாருங்க. 10% ക്രിസ്ത്യാനികൾ. ഈ 10% അല്ലെങ്കിൽ ദശാംശത്തിന്റെ ആ ഒരു ഊന്നല് ഇവിടെ നമ്മൾ കാണുന്നു. நீங்க என்ன ஆசீர்வதிச்சா நான் உங்களுக்கு இவ்வளவு கொடுப்பேன். അങ്ങനെ ആശീർവദിച്ചാൽ ഞാൻ ഇത്ര ശതമാനം ഞാൻ അങ്ങേക്ക് തരും. இன்னும் உடைபடாத நொறுங்காத ஒரு யாக்கோபா இருக்கிறார். ഇനിയും ഉടയ്ക്കപ്പെടാത്ത നുറുക്കപ്പെടാത്ത ഒരു യാക്കോബ്. ஆனால் எதை குறித்து மேன்மை அப்படின்னா இந்த ஸ்தலத்தில் மெய்யாகவே தேவன் இருக்கிறார். ഇതിനെ കുറിച്ചുള്ള പൊങ്ങച്ചം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ദൈവം ഉണ്ട്. இது தேவனுடைய வீடு, ഇത് ദൈവത്തിന്റെ ഗൃഹം, வானத்தின் வாசல், ഇത് സ്വർഗത്തിന്റെ വാതിലാണ്. இங்க நிறைய அங்க ட்ரீம்ஸ், விஷன்ஸ் எல்லாமே இருக்கு. വലിയ സ്വപ്നങ്ങളും ദർശനങ്ങളും ഒക്കെ ഉണ്ട്.
பிரியமானவர்களே, இந்த அனுபவத்திலிருந்து நாம் இப்படியே இருந்துட வேண்டாம். பெத்தேல் கிறிஸ்டியன்ஸா நாம் இருக்க வேண்டாம். പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നമ്മൾ അങ്ങ് തങ്ങിയിരിക്കാൻ நாம் പാടില്ല. எங்க மூவ் ஆகணும்னா பெனியலுக்கு மூவ் ஆகணும். എങ്ങോട്ട് സഞ്ചരിക്കണമെന്ന് ചോദിച്ചാൽ നാം ബെനീനിലേക്ക് സഞ്ചരിക്കാം. நாம் ஜெனிசிஸ் சாப்டர் 32க்கு வர்றோம். ഉൽപ്പത്തി 32 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 20 வருஷம் தன்னுடைய அங்கிள் வீட்டுல அவனை வைத்து தேவன் அவனை நொறுக்க முற்பட்டார். 20 വർഷം തന്റെ അമ്മാവന്റെ വീട്ടില് ദൈവം അവനെ നുറുക്കാനായിട്ട് പാടുപെട്ടു. 20 வருஷம் இருந்தும் அவனை என்ன செய்ய முடியலன்னா உடைக்க முடியல. 20 വർഷം ഇരുന്നിട്ട് അവനെ ഉടയ്ക്കാൻ പറ്റിയില്ല. எவ்வளவோ சிக்ஷைகள் அவனுக்குள்ள இருந்தது. എന്തെല്ലാം അച്ചടക്കങ്ങള്, ശിക്ഷണങ്ങള് അവന് കൊടുത്തു. இன்னும் நொறுங்காத யாக்கோபை தான் நாம் பார்க்கிறோம். അപ്പോഴും നുറുങ്ങപ്പെടാത്ത ഒരു യാക്കോബിനെ നാം അവിടെ കാണുന്നു. இந்த யாக்கோபனுடைய ஒன்னு ரெண்டு காரியத்தை மட்டும் நான் சொல்ல விரும்புகிறேன். യാക്കോബിന്റെ 1-2 കാര്യത്തെ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. நாம் இங்க வாசிக்கிறோம், നാം ഇവിടെ വായിക്കുന്നു. நம்மளுடைய பிராக்டிக்கல் லைஃப்ல இருந்து ஒரு சில காரியங்களை நான் காண்பிக்க விரும்புகிறேன். നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. சில சமயங்கள் நாம் தேவனிடத்துல ஜெபம் பண்ணுவோம். ചില സമയത്ത് നാം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. நம்மளுடைய இக்கட்டில், நம்மளுடைய நெருக்கத்தில் நாம் தேவனிடத்தில் ஜெபம் பண்ணுவோம். നമ്മുടെ ബുദ്ധിമുട്ടുകളിലെ, ക്ലേശങ്ങളിലൊക്കെ നാം കഷ്ടങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. இன்னொரு பக்கம் நாம் மனுஷிகமாய் சில காரியங்கள் எல்லாம் நம்மளுடைய ஹியூமன் பிளான்ல சில காரியங்களை நாம் செய்வோம். എന്നാൽ വേറൊരു പക്ഷത്ത് മാനുഷികമായിട്ട് നമ്മുടെ സ്വന്തം ശക്തിയിലും മാനുഷികമായിട്ട് നാം പല പദ്ധതികളൊക്കെ തയ്യാറാക്കും. இதெல்லாம் யார் அப்படின்னா ஜேக்கப். ഇതൊക്കെ ആരാന്ന് ചോദിച്ചാൽ ഇത് യാക്കോബാണ്. நாம் இங்க நான் வாசிக்கிறோம், ഇവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. அவர் லாபானுடைய வீட்டுல இருந்து திரும்பி வருகிறார். ലാബാന്റെ വീട്ടിൽ നിന്ന് അവൻ തിരിച്ചു വരുക. ஏசா 400 பேரோட எதிர்கொண்டு வருகிறாருன்னு கேள்விப்பட்டார். യേശാവ് 400 പേരുമായിട്ട് തന്നെ തന്റെ എതിരായിട്ട് വരുന്നു എന്ന് താൻ കേൾക്കുന്നു. இப்ப ஜெபம் பண்றார். ഇപ്പം പ്രാർത്ഥിക്കുവാണ്. Verse 11. 11-ാമത്തെ വാക്യം. ஓகே, എന്റെ സഹോദരനായ യേശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെ നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. ஓகே. ஒரு பக்கம் பிரேயர், ഒരു പക്ഷത്ത് പ്രാർത്ഥന നടക്കുന്നുണ്ട്. இன்னொரு பக்கம் ஹியூமன் பிளான் பாருங்க, ஹியூமன் ஸ்கீம். എന്നാ അതിന്റെ മറ്റൊരു സൈഡില് നല്ല മാനുഷിക പദ്ധതികൾ നടക്കുന്നുണ്ട്. ரெண்டு பகுதியா பிரிக்கிறார் பாருங்க. 2 പക്ഷമായിട്ട്, 2 പാർട്ടായിട്ട്, 2 പോർഷനായിട്ട്, 2 പകുതിയായിട്ട് പിരിക്കുന്നു. பிரிச்சு என்ன செய்யறாரு அப்படின்னா verse 20ல வாசிக்கிறோம். അവര് 2 അങ്ങനെ പകുതിയാക്കിയിട്ട് அதாவது 20-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ஏசா வந்து ஒரு சைடு அடிச்சா கூட எனக்கு ஒரு சைடு தேரும். അപ്പൊ ഒരു സൈഡിനെ യേശാവ് അടിച്ചാൽ പോലും മറ്റേ സൈഡ് എനിക്ക് മതി. அதனால இப்ப verse 20ல வாசிக்கிறோம். 20-ാമത്തെ വാക്യത്തിൽ അവനോട് പറയുവിൻ, അതാ നിന്റെ അടിയൻ യാക്കോബ് പിന്നാലെ വരുന്നു എന്നും പറയുവിൻ എന്ന് അവൻ കൽപ്പിച്ചു. എനിക്ക് മുമ്പായി പോകുന്ന സമ്മാനം കൊണ്ട് അവനെ ശാന്തമാക്കിയിട്ട് പിന്നെ ഞാൻ അവന്റെ മുഖം കണ്ടുകൊള്ളാം. പക്ഷേ അവന് എന്നോട് യാതൊന്നുമായി ദയ തോന്നുമായിരിക്കും എന്ന് പറഞ്ഞു. இதான் என்ன அப்படின்னா இதான் ஜேக்கப். ഇതാണ് യാക്കോബ്. ஒரு பக்கம் என்னன்னா பிரேயர், ഒരു ഭാഗത്ത് വലിയ പ്രാർത്ഥന, இன்னொரு பக்கம் ஹியூமன் ஸ்கீம்ஸ் எல்லாம். വേറൊരു ഭാഗത്ത് തന്റെ മാനസികമായ കഴിവുകൾ. சோ இது நம்மளுடைய வாழ்க்கையில நாம் இப்படிப்பட்ட காரியங்கள் எல்லாம் வாசிச்சுட்டு போறது கிடையாது. நம்மளுடைய வாழ்க்கையில இந்த மாதிரி காரியங்கள் எல்லாம் நான் நடப்பிக்க முடியும். നമ്മളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കാം. என்னுடைய வேலை ஸ்தலத்துல ஒரு பிரச்சனை வந்தது. എന്റെ ജോലി സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായി. இந்த வார்த்தைகள்லாம் எனக்கு ரொம்ப உதவியா இருந்த நாட்கள். ഈ വചനങ്ങളൊക്കെ എനിക്ക് ആ സമയത്ത് ഒത്തിരി സഹായമായിരുന്നു. எனக்கு 6 months நோட்டீஸ் விட்ட காலம். എനിക്ക് 6 മാസത്തെ നോട്ടീസ് പീരീഡ് അവർ തന്നു. ரோமன் கேத்தலிக் இன்ஸ்டிடியூஷன் ஒர்க் பண்ற நாட்கள். റോമൻ കത്തോലിക്ക സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന ആ സമയത്ത് என்னுடைய ஃபெய்த்துக்காக உண்டான போராட்டம், பைபிள் ஃபெய்த்தா அல்லது கேத்தலிக் ஃபெய்த்தா அப்படின்ட்டு. എന്റെ വിശ്വാസം ബൈബിൾ വിശ്വാസമാണോ അതോ കത്തോലിക്ക വിശ്വാസമാണോ എന്നുള്ളൊരു പരിശോധന. நீங்க கேத்தலிக் ஃபெய்த்தை ஃபாலோ பண்றதா இருந்தா இந்த ஸ்கூல்ல ஒர்க் பண்ணலாம். കത്തോലിക്ക വിശ്വാസമാണെങ്കിൽ ഈ സ്കൂളിൽ ജോലി ചെയ്യാം, இல்ல முடியாது அப்படின்ட்டு. അല്ലെങ്കിൽ പറ്റത്തില്ല. சோ அப்படின்னா எனக்கு ஒரு ஃபர்ஸ்ட் இன்கிரிமெண்ட்டை கட் பண்ணாங்க. അങ്ങനെ ആദ്യം എന്റെ ഒരു ഇൻക്രിമെന്റ്, ശമ്പള വർധന അവര് കട്ട് ചെയ്തു. ஓகே, இன்கிரிமெண்ட் போனா போயிட்டு வந்து விட்டேன். ശമ്പള വർധനൊക്കെ പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. தென் நெக்ஸ்ட் அவங்க நெக்ஸ்ட் ஃபேஸ் என்ன 6 months நோட்டீஸ் கொடுத்தாங்க. അടുത്ത ഘട്ടത്തില് ഒരു 6 മാസത്തെ നോട്ടീസ് എനിക്ക് തന്നു. இப்ப என்ன செய்யறதுன்னு தெரியல. இப்ப എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ஒரு பக்கம் ஆண்டவர்கிட்ட ஜெபம் பண்றேன். ഒരു വശത്ത് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. இன்னொரு பக்கம் என்ன சொல்லுது அப்படின்னா ஃபிளஷ் என்ன சொல்லுது அப்படின்னா ഇനിയൊരു പക്ഷത്ത് എന്റെ ജഡം എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ எப்படி எல்லாம் அதை தடை செய்யறதுக்கு என்ன செய்யலாங்கிறதான யுக்திகள், யோசனை வருது. ഇതെല്ലാം തടസ്സപ്പെടുത്തുന്നതിനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആലോചനകൾ, ചിന്തകൾ എന്റെ മനസ്സിൽ വരുവാണ്. அந்த நாட்கள்ல கர்த்தர் இப்படிப்பட்ட மனுஷீகமான எந்த காரியங்களையும் செய்யாதபடி கர்த்தர் என்னை காத்துக்கொண்டார். ആ കാലങ്ങളിൽ മാനസികമായിട്ടുള്ള യാതൊന്നും ചെയ്യാതെ ദൈവം എന്നെ സംരക്ഷിച്ചു. என்னுடைய மனைவியினுடைய உறவின் முறையில் உள்ள முக்கியமான பெர்சன்ஸ் மீட் பண்ணலாமான்னு யோசிச்சேன். എന്റെ ഭാര്യയുടെ ബന്ധത്തിലുള്ള ചില
വെരി VIPs ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാവോ, അവരോട് സംസാരിക്കാമോ എന്ന് വിചാരിച്ചു. அல்லது ரோமன் கேத்தலிக் உள்ளதான இந்த பிஷப் கவுன்சில் உள்ளதான விஐபிஸ் மூலமா மூவ் பண்ணலாமான்னு யோசிச்சேன். റോമൻ കത്തോലിക്ക സഭയിലുള്ള ബിഷപ്പ് കൗൺസിലുള്ള ചിലരുമായിട്ട്, ചില പ്രമുഖരുമായിട്ട് മൂവ് ചെയ്യാമോ, അവരുമായിട്ട് സന്ധി കൂടി ആലോചിച്ചാലോ എന്ന് വിചാരിച്ചു. அல்லது அரசு கவர்மெண்ட் சைடுல உள்ளதான சில முக்கியமான பர்சன்ஸை மீட் பண்ணலாமான்னு யோசிச்சேன். സർക്കാർ തലത്തിലുള്ള ചില മുഖ്യமான ചില ആൾക്കാരെ ചെന്ന് കണ്ടാലോ എന്ന് ചിന്തിച്ചു. ஆண்டவர் ஒரே காரியத்தை சொன்னார், എന്നാ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, எந்த விஐபி நீ பார்க்க வேண்டாம், നീ ഒരു VIPയും ഒരു പ്രമുഖനെയും നീ കാണണ്ട, உன்னுடைய பலிபீடத்துல வச்சிரு, அவ்வளவுதான். നീ അത് എല്ലാം യാഗപീഠത്തിൽ വയ്ക്കുക, இளைப்பாறுதலா இரு. സ്വസ്ഥതയോടായിരിക്കുക. ஆண்டவரே உமக்கு சித்தமானால் இந்த வேலை இருக்கட்டும், இல்லைன்னா போடும். കർത്താവേ, അവിടുത്തെ ഇഷ്ടമാണെങ്കിൽ ഈ ജോലി ഇരിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട. நான் இளைப்பாறுதலா இருக்க உதவி செய். എന്നെ സ്വസ്ഥതയോടെ ഇരിക്കാൻ എന്നെ സഹായിക്കണേ കർത്താവേ. கர்த்தர் கிருபை செய்தார், தம்முடைய வல்லமையை விளங்க பண்ணார். കർത്താവ് കൃപ ചെയ്തു, തന്റെ ശക്തിയെ വെളിപ്പെടുത്തി. சில சூழ்நிலைகள் நாம அப்படிதான் என்ன செஞ்சிடறோம் அப்படின்னா, ஒரு பக்கம் பிரேயர் பண்ணுவோம், இன்னொரு பக்கம் மனுஷிகமா பிளான் பண்ணுவோம், யாக்கோபு போல. ചില സാഹചര്യങ്ങളിൽ നമ്മൾ യാക്കോബിനെ പോലെ ഒരു സൈഡിൽ വലിയ പ്രാർത്ഥനയൊക്കെ നടക്കും, എന്നാൽ വേറെ സൈഡിൽ നമ്മളുടേതായ ചില മാനസികമായ പദ്ധതികളാണ്. அப்படிப்பட்ட சூழ்நிலைகளை பிரியமானவர்களை நாம் பலிபீடத்துல வச்சிருவோம். അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നാം യാഗപീഠത്തിൽ വെക്കണം. இங்க யாக்கோபு பாக்குறோம், ஒரு பக்கம் பிரேயர், இன்னொரு பக்கம் ஹியூமன் பிளான். യാക്കോബിനെ നമ്മളിവിടെ കാണുന്നു, ഒരു പക്ഷത്ത് പ്രാർത്ഥനയുണ്ട്, എന്നാൽ ഒരു പക്ഷത്ത് തന്റെ മാനസികമായ പദ്ധതികൾ. ஆனாலும் அவனுக்கு பயம், அதிகமான பயம் தாங்க முடியல அவனால. എന്നാലും അവന് വലിയ ഭയം അങ്ങ് താങ്ങാൻ പറ്റിയില്ല. தேவன் அவனை பிடிச்சிட்டார், அந்த ராத்திரியில யாப்போ காற்றங்கரையில அவனை பிடிச்சிட்டார். ദൈവം അവനെ രാത്രിയിൽ അരുവിയുടെ തീരത്ത് അവനെ പിടിച്ചു. 24 വാസിക്കാം, 24-ാമത്തെ വാക്യത്തിൽ. நல்ல വേഴ്സ്, അത് നല്ലൊരു വചനം. யாக்கோபு பிந்தி தனித்திருந்தான். 24-ാമത്തെ 32 അപ്പോൾ ഒരു പുരുഷന്, അതിന്റെ 23 മലയാളത്തില്, അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. விடியுமலும் அவனோடு கூட போராடினான். പുലരുവോളം അവനോടുകൂടി മല്ലിട്ടു. அது என்ன போராடுதல்? എന്താണ് ആ പോരാട്ടം? பிரியமானவர்கள், அது என்ன விடிய 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 போராடுதல் என்றால் என்ன? പ്രിയപ്പെട്ടവരെ, പുലരുവോളം ഉള്ള போராட்டம் എന്ന് പറഞ്ഞാൽ എന്താ? அவனுடைய சிறு பிராயம் முதற்கொண்டு அவனுடைய வாழ்க்கையில எவ்வளவு கன்ஃபஸ் பண்ண வேண்டியதா இருந்தோ அத்தனையும் ஒன் ஆஃப்டர் அறிக்கை பண்ணிக்கிட்டே இருந்ததுதான் அந்த போராடுதல். ചെറിയ പ്രായത്തിൽ നിന്ന് അവന്റെ ജീവിതത്തിൽ ഉണ്ടായ പല പല കാര്യങ്ങള് അത് ഓരോന്നായിട്ട് ഏറ്റുപറയുക എന്നുള്ളതായിരുന്നു ആ പോരാട്ടം. ஆண்டவர் தன்னுடைய பாவத்தை ஞாபகத்துல வர 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 எல்லாம் கன்ஃபஸ் பண்ணிக்கிட்டே இருக்கான்ல. തന്റെ പാപങ്ങളെല്ലാം ദൈവം ഓർപ്പിക്കും തോറും അവൻ അതെല്ലാം അത് ഏറ്റുപറഞ്ഞുകൊണ്ടേയിരുന്നു. 11 o'clock, 12 o'clock, 3 o'clock, 4 o'clock என்ன அப்படின்னா தன்னுடைய வாழ்க்கையினுடைய அவ்வளவு பாவத்தை அறிக்கை செய்தார். 11 മണി, 12 മണി, 3 മണി, 4 മണി അവന്റെ പാപങ്ങളെല്ലാം അവൻ ഏറ്റുപറഞ്ഞുകൊണ്ടേയിരുന്നു. தேவன் அவனிடத்தில் இறக்கம், அவனை அவன் தொடைச்சந்தை தொட்டார், அவன் நொண்டியானான்னு வாசிக்கிறான். ദേവൻ അവന്റെ തുടയിൽ സ്പർശിച്ചു, അവൻ ഞൊണ്ടി നടക്കാൻ തുടങ്ങി എന്ന് നാം വായിക്കുന്നു. Verse 30 വാസിക്കാം. 30-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, நான் தேவனை முகமுகமாய் கண்டேன், ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും உயிர் தப்பி பிழைத்தேன். എനിക്ക് ജീവഹാനി വന്നില്ല. அந்த ஸ்தலத்துக்கு பெனியேல் என்று பேரிட்டான். ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. பிரியமானவர்களே, ஃபேஸ் ஆஃப் காட்க்கு நான் வரணும். ദൈവത്തിന്റെ മുഖത്തേക്ക് നാം വരേണ്ടിയിരിക്കുന്നു. எஸ், ஹவுஸ் ஆஃப் காட்ஸ் குட், நல்லது. ദൈവത്തിന്റെ ഗൃഹം നല്ലത് തന്നെ. நாம் உலகத்துல இல்லாதபடிக்கு நாம் எங்க இருக்கோம்? தேவனுடைய வீட்டுல இருக்கோம், நல்லது. നാം ലോകത്തിലല്ല, ഈ ദൈവഗൃഹത്തിലിരിക്കുന്നു, നല്ല കാര്യം. எஸ், ஹவுஸ் ஆஃப் காட்க்காக நாம் நன்றி உள்ளவர்களா இருப்போம். നമ്മളുടെ ദൈവഗൃഹത്തിനായിട്ട്, സഭയ്ക്കായിട്ട് നാം നന്ദിയുള്ളവരായിരിക്കണം. ஆனால் ஹவுஸ் ஆஃப் காட்ல இருந்து நாம் ஃபேஸ் ஆஃப் காட் பார்க்காம இருக்க முடியாது. എന്നാ ഈ ദൈവഗൃഹത്തിൽ ഇരുന്ന് ദൈവത്തിന്റെ മുഖത്തെ കാണാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ஆனால் ஒரு மனுஷன் தேவனுடைய ஃபேஸ பார்த்துட்டான் அப்படின்னா அவனுடைய என்ன அப்படின்னா அவன் செத்துருவான். അവൻ ഒരുവൻ ദൈവത്തിന്റെ മുഖം കണ്ട അവൻ മരിച്ചു പോകും. டெட் பர்சன். അവൻ മൃതശരീരമായി തീരും. அது கீழே நம்ம எப்படி எல்லாம் அவனுடைய காரியங்களை நான் வாசிக்கிறோம் பாருங்க. ഇങ്ങനെയെല്ലാം അവന്റെ കാര്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്. இவன் தான் பெனியேல் கிறிஸ்டியன். ഇവനാണ് പെനിയേൽ ക്രിസ്ത്യാനി. முதல்ல பெத்தேல் கிறிஸ்டியன் எப்படி இருந்தா? മുമ്പേ ബെഥേൽ ക്രിസ്ത്യാനി എങ്ങനെ ഇരുന്നു? முன்னால எல்லாரையும் அடிச்சு வச்சு சாந்தப்படுத்திட்டு பின்னால போகணும்னு நினைச்சான். മുമ്പേ ആൾക്കാരെയൊക്കെ അയച്ച് എല്ലാം ശാന്തമായതിനു ശേഷം അവസാനം പതിയെ ഞാനും അങ്ങ് പോയിക്കോളാം എന്ന് വിചാരിച്ച്. இப்ப பெனியேல் கிறிஸ்டியன் எப்படி போறான் அப்படின்னா எல்லாத்தையும் பின்னால தள்ளிட்டு முன்னால போறான். പെനിയേൽ ക്രിസ്ത്യാനി എങ്ങനെ പോകുന്നു എന്ന് വെച്ചാൽ എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് അവൻ മുമ്പേ ചെല്ലുന്നു. Verse 30, chapter 33 verse 3 വാസിக்கிறோம். 33-ാമത്തെ അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തില് അവൻ അവയ്ക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്ത് ചെന്നു.
ஒரு பாண்ட் ஸ்லேவ்னா 3 விசை கீழே விழுந்தாலே போதும். 3 விசை விழுந்தாலே போதும். ഒരു അടിമദാസൻ, കെട്ടപ്പെട്ട അടിമ എന്ന് പറഞ്ഞാൽ അവന് 3 തവണ വീണാ മതി. ஏன்னா எத்தனை விசை விழுந்தா அப்படின்னு 7 விசை தரையில் விழுகிறான். അവിടെ എത്ര പ്രാവശ്യം വീണു? 7 പ്രാവശ്യം വീഴുന്നു. விழுந்து தன் சகோதரனிடத்தில் அவன் ஒப்புரவானான். അങ്ങനെ വീണ് തന്റെ സഹോദരനിടത്തിൽ അവന് അനുരഞ്ജനപ്പെടുന്നു. பிரியமானவர்களே, இதான் இஸ்ரேல். പ്രിയപ്പെട്ടവർ, ഇതാണ് ഇസ്രായേൽ. இது ஜாக்கப் கிடையாது. ഇത് യാക്കോബല്ല. இப்படிதான் மன்னிப்பு கேட்கணும். ഇങ്ങനെയാണ് നാം ക്ഷമ ചോദിക്കേണ്ടതായിട്ടുള്ളത്. தன்னை தரை மட்டும் குனிந்து விழுந்து தன் சகோதரனிடத்தில் ஒப்புரவானான். അവൻ തല കുനിച്ച് അത് നിലം തൊടുവോളം അങ്ങനെ കുനിഞ്ഞ് അവൻ തന്റെ സഹോദരനോട് അനുരഞ്ജനപ്പെട്ടു. நாம் பிரியமானவர்களே, நாம் எப்படிப்பட்ட மன்னிப்பு கேட்கிறவர்களா இருக்கிறோம்? നാം എങ്ങനെ ക്ഷമ ചോദിക്കുന്നവരായിരിക്കണം? நாம் ஏற்கனவே லுக் 17 ஒரு காரியத்தை நாம் வாசிச்சோம். பிறரை மன்னிக்கணும். ലൂക്കോസ് 17 അധ്യായത്തിൽ നാം മറ്റുള്ളവരെ ക്ഷമിക്കണം എന്നുള്ള കാര്യം നാം കേട്ടു. பிறர் நம்மிடத்துல மன்னிப்பு கேட்காவிட்டாலும் அவர்களை நாம் மன்னிக்கணும். മറ്റുള്ളവർ നമ്മളോട് ക്ഷമ ചോദിച്ചില്ലെങ്കിലും നാം ക്ഷമിക്കണം. இந்த இடத்துல நாம் எப்படி அப்பாலஜி பண்றோம்? എങ്ങനെയാണ് നാം ക്ഷമാപണം നടത്തേണ്ടത് എന്ന് നമ്മളിവിടെ കാണുന്നു. நம்மளுடைய അപ്പോളജി ജാക്കബ് അപ്പോളജിயா இருக்கக்கூடாது, இஸ்ரேல் அப்பாலஜியா இருக்கணும். നമ്മളുടെ ക്ഷമാപണം യാക്കോബ് ക്ഷമാപണമായിരിക്കരുത്, അത് ഇസ്രായേൽ ക്ഷമാപണമായിരിക്കണം. ഫേസ് ഓഫ് ഗോഡ്, பெனியல் അപ്പോളജിயா இருக்கணும். അത് பெனியல் അപ്പോളജി, ദൈവമുഖ ക്ഷമാപണമായി. 7 വിസை തரைമിട്ട് കുനിந்து തൻ സഹോദരനിടത്തിൽ കിട്ടേ ചേർന്നാൻ വാസിക്കാം. 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്ത് ചെന്നു. இன்னும் சில பேர் இந்த மன்னிப்பு கேட்கிற விஷயத்திலே ഈ ക്ഷമ ചോദിക്കുന്ന കാര്യം വരുമ്പോ ചില ആൾക്കാര് இதெல்லாம் வந்து ஜாக்கப் அப்பாலஜி. യാക്കോബിന്റെ ക്ഷമാപണം ഞാൻ പറയാം. சிலர்லாம் மன்னிப்பு கேட்பாங்க. ചിലരിങ്ങനെ ക്ഷമ ചോദിക്കും. ஓகே, நான் காயப்படுத்தியிருந்தா, நான் உங்களை ஹர்ட் பண்ணியிருந்தா என்ன மன்னிச்சிருங்க அப்படிங்கிறது. ഞാൻ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. நான் வந்து உங்களை ஹர்ட் பண்ணியிருந்தேன்னா என்ன மன்னிச்சிருங்க. ഞാൻ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്നോടങ്ങ് ക്ഷമിച്ചേക്കണേ. இது அப்ப உடனே இது என்ன கேட்பாங்க? அப்ப நீ என்ன காயப்படுத்தல? അപ്പൊ മുറിപ്പെടുത്തിയില്ലേ? சில சமயங்கள்ல ரெண்டாவது பிரச்சனை வரும். അപ്പൊ പിന്നെ രണ്ടാമത് വീണ്ടും സ്ഫോടനം ഉണ്ടാകും. சில சமயங்கள்ல மன்னிப்பு கேட்கறதுக்கு போய் அது என்ன ஆகும்னா பிரச்சனை ரெண்டாவது பிரச்சனையாகும். ചോദിക്കാൻ സമയത്ത് രണ്ടാമത്തെ സ്ഫോടനം നടക്കും. இதெல்லாம் ஜாக்கப்னுடைய அப்பாலஜி. അതൊക്കെ യാക്കോബിന്റെ ക്ഷമാപണമാണ്. ஈஃப் போட்டு கேட்கறது. நான் உங்களை காயப்படுத்தியிருந்தா, தவறா நடந்திருந்தா, ഞാൻ തെറ്റായി നടന്നുവെങ്കിൽ என்ன மன்னிச்சிருங்க, എന്നെ അങ്ങ് ക്ഷമിച്ചേക്കണേ. ஜாக்கப் അപ്പോളജി. യാക്കോബ് ക്ഷമാപണം. இன்னொரு ஜாக்கப் அப்பாலஜி இருக்கு. ഇനി വേറൊരു യാക്കോബ് ക്ഷമാപണം ഇങ്ങനെ. என்ன கவனிக்கிறீங்களா? എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? മன்னிப்பு. ഇങ്ങനെ കൈയടിച്ച് കൈകൂപ്പി ഒരു ക്ഷമാപണം. ഓക്കെ, മன்னிச்சிருங்க. ശരി, അങ്ങ് ക്ഷമിച്ചേക്ക്. മുഖത്തില് മൂർഖത്തോட മன்னிப்பு அப்படிங்கிறது. മുഖത്ത് വളരെ ഗൗരവഭാവത്തോടെ ഉള്ള ഒരു മன்னிப்பு, ഒരു ക്ഷമാപണം. ഇത് എന്നത് ജാക്കബ് അപ്പോളജി. അത് യാക്കോബ് ക്ഷമാപണം. இன்னொரு ஜாக்கப் அப்பாலஜி. വേറൊരു യാക്കോബ് ക്ഷമാപണം. ഓക്കെ, ഞാൻ മன்னிப்பு കേൾக்கிறேன், ഞാൻ ക്ഷമയൊക്കെ ചോദിക്കാം. then what about you? നിന്നെ കുറിച്ച് നീ എന്താ? நீயும் கேட்கணும்ல. നീയും ചോദിക്കണ്ടേ? நான் கேட்கிறேன், ഞാൻ ചോദിക്കാം. நான் பேசுனதுக்கு நான் மன்னிப்பு கேட்கிறேன். ഞാൻ പറഞ്ഞതിന് ഞാൻ ക്ഷമ ചോദിക്കാം. நீ பேசுனதுக்கு மன்னிப்பு கேட்கணும்ல. നീ പറഞ്ഞതിന് ആര് ക്ഷമ ചോദിക്കും? நீ மன்னிப்பு கேளு, நான் உன்னை மன்னிப்பு கேட்கிறேன். ഞാന് ക്ഷമ ചോദിക്കാം. ആദ്യം നീ എന്നോട് ക്ഷമ ചോദിച്ച ഞാൻ അങ്ങോട്ട് ക്ഷമ ചോദിക്കാം. ജാക്കബ് അപ്പോളജി. അത് യാക്കോബ് ക്ഷമാപണം. இன்னும் சில பேர் ஜாக்கப் അപ്പോളജി. ഇനിയൊരു യാക്കോബ്, വേറൊരു യാക്കോബ് ക്ഷമാപണം ഇങ്ങനെ. என்னுடைய கான்சைன்ஸ் என்ன கன்விக்ட் பண்ணவே இல்லை, பட் யூ ஃபெலோ, யூ ஆர் எக்ஸ்பெக்டிங் மீ. ஓகே, சாரி. എന്റെ മനസാക്ഷിയിൽ എനിക്ക് അങ്ങനെ കുറ്റ മനസാക്ഷി ഒന്നും ഇല്ല. പിന്നെ നീ പറയുന്നു, അതുകൊണ്ട് പിന്നെ ക്ഷമിച്ചോ, എന്നോട് ക്ഷമിക്കണം. യു പോർ ഫെലോ, യു ആർ എക്സ്പെക്ടിങ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. നീ അത് വലിയ പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ ക്ഷമ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമല്ലേ, അന്നാ പിടിച്ചു, ക്ഷമിച്ചു. ജാക്കബ് അപ്പോളജി. ഇതാണ് യാക്കോബ് ക്ഷമാപണം. one more ജാക്കബ് അപ്പോളജി. There are varieties of ജാക്കബ് അപ്പോളജി. പല തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ യാക്കോബ് ക്ഷമാപണങ്ങളുണ്ട്. This is also. ഇതുകൊണ്ട് என்னுடைய நிலைமையை பாத்தியா? நிலைமை இப்படிப்பட்ட லோ கிரேட் பீப்புள்கிட்ட எல்லாம் மன்னிப்பு கேட்கிற மாதிரி நிலைமை ஆயிடுச்சு. ഓക്കെ, സോറി. എന്റെ പൊസിഷനൊക്കെ ഒന്ന്, എന്റെ സ്ഥാനമൊക്കെ നിങ്ങളൊന്ന് കണ്ടു. ഇങ്ങനെയൊക്കെ ഉള്ള ഇതുപോലെ താഴെത്തട്ടിലുള്ള ആൾക്കാരോടൊക്കെ ക്ഷമ ചോദിക്കേണ്ട ഒരു ഗതികേട് വന്നല്ലോ. ക്ഷമിച്ചോ എന്ന് പറഞ്ഞ് തലേ കൈവച്ച് എതിർത്തി ക്ഷമ ചോദിക്കും. ഇതെല്ലാം മன்னிപ്പല്ല, ഇതൊക്കെ ക്ഷമാപണമേ അല്ല. ഓക്കെ, one more ജാക്കബ് അപ്പോളജി. വേറൊരു യാക്കോബ് ക്ഷമാപണം. explanation, justification. Okay, finally, okay, sorry. വിശദീകരണം, നീതീകരണം, ന്യായീകരണം, പിന്നെ ക്ഷമാപണം. Explanation, full of explanation and justification, then finally asking for വിശദീകരണം, ന്യായീകരണം, അവസാനം സോറി. நல்லா இருக்காது.
അത് ഒന്നും നല്ലതായി വരികയില്ല. இதெல்லாம் ஜாக்கப் நொறுங்கலன்னு அர்த்தம், உடைபடலன்னு அர்த்தம். അതൊന്നും ഉടക്കപ്പെട്ടില്ല. இன்னும் ஃபேஸ் ஆஃப் காட பார்க்கல. ഇനിയും ദൈവത്തിന്റെ മുഖത്തെ നാം കണ്ടില്ല. ஃபேஸ் ஆஃப் காட பார்த்துட்டோம் அப்படின்னா டெட் பர்சன்ஸ் இப்படி இருந்தா உடனே மன்னிப்பு கேட்டோம். ദൈവത്തിന്റെ മുഖത്തെ കണ്ട ഉടനെ മരിച്ചവനെ പോലെ താഴെ വീഴും. இன்னும் சிலர்லாம் மன்னிப்பு கேட்கறாங்க. இன்னும் சில பேர் இதுக்கு பேர் மன்னிப்புன்னு எடுத்துக்கொண்டது. ഇതിന് ക്ഷമാപണം എന്ന പേര് തന്നെ വിളിക്കാൻ പറ്റുമോ? ഇങ്ങനെ ചിലർ ചോദിക്കും. என்னுடைய வேலை ஸ்தலத்தினுடைய பாஸ் வந்து ஃபுல்லா ஃபயர் பண்ணுவார். இல்ல AK-47 தான் பட எல்லாத்தையும் ஃபயர் பண்ணுவார். ജോലി സ്ഥലത്ത് എന്റെ ജോലി സ്ഥലത്ത് ബോസ് മേലധികാരി വളരെ AK-47 തോക്കും കൊണ്ടിരിക്കുന്നത് പോലെ വലിയ ഫയറിംഗ് മോഡിലാണ്. വലിയ எல்லாம் எல்லிங் ஷவுட்டிங் தான் எல்லாம். ശാസന, വലിയ വർത്തമാനം, அவருக்கே ஈவினிங் கஷ்டமாயிடும். അദ്ദേഹത്തിന് പിന്നെ അവസാനം സന്ധ്യ ആയപ്പോ വളരെ മനസ്സിൽ വളരെ വിഷമം. நாளைக்கு காலையில மறுநாள் காலையில என்ன பண்ணுவார் அப்படின்னா, നാളെ രാവിലെ പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാ, நான் தான் அவருக்கு அசிஸ்டன்ட், அடுத்தபடி நான் தான். ഞാൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് സഹായിയായിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. விக்டர் சார், when you come tomorrow വിക്ടസ് கொஞ்சம் ஸ்நாக்ஸ் எல்லாம் கொஞ்சம் வாங்கிட்டு வாங்க. നാളെ വരുമ്പോ വിക്ടസ് നീ കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഒക്കെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം. நான் ஒரு விசேஷமும் இல்லையே அப்படி கேட்பேன். എന്നാ വിശേഷപ്പെട്ടൊന്നും ഇല്ലല്ലോ സാറേ. இல்ல, சும்மா in order to meeken the quieten the people, just we give some snacks அப்படி கொடுத்து அப்படி பண்ணிடுவோம். ആൾക്കാരെയൊക്കെ ഒന്ന് ശാന്തരാക്കാൻ വേണ്ടി, ഒന്ന് മെരുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ കൊടുത്ത് ഒന്ന് മയക്കാം. அதாவது சில ஹஸ்பண்ட்ஸ் செய்வாங்கல்ல, ഒരു ചില ഭർത്താക്കന്മാർ അങ്ങനെ ചെയ്യും. ஏதாவது மால் கழிச்சு போறது, ചില മാളിലേക്ക് അവരെ എടുത്തോണ്ട് പോകുന്നു. ஏதாவது சாரி வாங்கி தர்றது, സാരി വാങ്ങി കൊടുക്കുന്നു. ஏதாவது ரெஸ்டாரண்ட் கழிச்சு போறது, ഒരു ഹോട്ടലിലേക്ക് റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോകുന്നു. ஏதாவது gift கொடுக்கறது, ഏതാണ്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നു. மன்னிப்பு கேட்டாரான்னு கேட்டா மன்னிப்பு கொடுக்க மாட்டார். ക്ഷമാപണം ചോദിച്ചോ എന്ന് ചോദിച്ചാൽ ക്ഷമാപണം ചോദിച്ചിട്ട് சுடி மிடி சாரி இந்த கிஃப்ட வாங்கி கொடுத்துட்டு என்ன செய்யறது அப்படின்னா, அதுக்கு பேர் என்னன்னு கேட்டா அதான் மன்னிப்பு. ചുരിദാറ്, മിഡി, സാരി എല്ലാം വാങ്ങിച്ചു കൊടുത്തു, അതിന്റെ പേരെന്താന്ന് വെച്ചാൽ അതാണ് ക്ഷമാപണം. அவங்க அவ்வளவு கிஃப்ட கொடுத்தாலும், so far you have not yet asked me, you have not yet made apology ன்னு அவங்க എതിർപ്പാപ്പാங்க. ഇത്രയെല്ലാം വാങ്ങി കൊടുത്താലും അവര് പ്രതീക്ഷിക്കും, ഇത്രയെല്ലാം ചോദിച്ചാൽ ഇത്രയെല്ലാം തന്നതിന് ശേഷം എന്നോട് ക്ഷമ ചോദിക്കുമായിരിക്കും. இதெல்லாம் என்ன, ഇതെല്ലാം എന്തൊക്കെയാ? எல்லாம் ஃபிளஷ், எல்லாம் ஜாக்கப், எல்லாம் நொறுங்கலன்னு அர்த்தம். ഇതെല്ലാം ജഡം, ഇതെല്ലാം നുറുങ്ങാത്ത യാക്കോബ് ക്ഷമാപണം. இஸ்ரேல் தேவனுடைய முகத்தை கண்ட மனுஷன் எப்படி மன்னிப்பு கேட்டான் பாரு. ഇസ്രായേൽ ദൈവത്തിന്റെ മുഖത്തെ കണ്ട മനുഷ്യൻ എങ്ങനെ ക്ഷമാപണം ചെയ്തു എന്ന് കണ്ടു. சாஷ்டாங்கமா கீழே விழுந்துட்டான். അത്രയേ ഉള്ളൂ, സാഷ്ടാംഗം നിലത്ത് വീണു. See, one more thing, verse 10 വാസിക്കണം. chapter 33 verse 10. 33 അധ്യായം 33-ന്റെ 10ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയും കൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. ஒருவனுடைய வழிகள் கர்த்தருக்கு பிரியமாயிருந்தால், ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രസാദമായിരുന്നാൽ சத்துருக்களை தேவன் சமாதானமாகும்படிக்கு செய்வார். ശത്രുക്കളെ കൂടെ അവനോട് സമാധാനത്തിലാക്കും. See, 20 years ஒரு hatredness இருக்கு. 20 വർഷത്തെ ഒരു വലിയ വെറുപ്പ്. 400 പേരോட ஏசா வரான். 400 പേരുമായിട്ട് യേശാവ് വരുന്നു. அவன் அப்படியே அவனுடைய இருதயம் சேஞ்ச் ஆயிடுச்சு. അങ്ങനെ അവന്റെ ഹൃദയം അങ്ങ് മാറിപ്പോകുന്നതായിട്ട് God moved him. ദൈവം അവന്റെ ഹൃദയത്തെ ചലിപ്പിച്ചു. ரெண்டு பேரும் ஒருவர் மன்னித்து கட்டி அழுது கொண்டார்கள். അവര് ഒരുവർക്കുള്ള കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കുന്നതായിട്ട് verse 10 വാസിக்கிறோம். 10ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. verse 10. അതിന് യാക്കോബ്, അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ സമ്മാനം എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ. ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. உம்முடைய முகத்தை கண்டது தேவனுடைய முகத்தை கண்டது போல இருக்கிறது அப்படி சொன்னான். ദൈവത്തിന്റെ മുഖം കണ്ടതുപോലാണ് ഞാൻ നിന്റെ മുഖം കണ്ടത് എന്ന് പറയുന്നു. யாருடைய வார்த்தை? ഇത് ആരുടെ? ஜாக்கப்னுடைய வார்த்தை. யாருடைய ஃபேஸ பார்த்து? ஏசாவுடைய ஃபேஸ்ல. യേശാവിന്റെ മുഖത്ത് യാക്കോബ് ദൈവത്തിന്റെ മുഖം കണ്ടു എന്ന് പറയുന്നു. காட்ஸ்னுடைய ஃபேஸ்னுடைய ஒரு ரிஃப்ளெக்ஷனை யாரிடத்துல பார்க்க முடிஞ்சிச்சு அப்படின்னா ஏசாவுடைய முகத்துல பார்க்க முடிஞ்சு. ദൈവത്തിന്റെ മുഖത്തിന്റെ ഒരു നിഴല് യേശാവിന്റെ മുഖത്ത് താൻ കണ്ടു എന്ന് യാക്കോബ് പറയുന്നു. அது என்னது? അതെന്താ? ப்ரீவியஸ் நைட் தான், ஹோல் நைட் ஜாக்கப் யாருடைய முகத்தை பார்த்துட்டே இருந்தார் அப்படின்னா தேவனுடைய முகத்தை பார்த்துட்டே இருந்தார். തലേ ദിവസം രാത്രി മുഴുവനും അവൻ ദൈവത്തിന്റെ മുഖത്തെ ദർശിച്ചുകൊണ്ടേയിരുന്നു. தன்னுடைய பாவத்தை கன்ஃபஸ் பண்ணிட்டே இருந்தார். തന്റെ പാപങ്ങളെ അവൻ ഏറ്റുപറഞ്ഞുകൊണ്ടേയിരുന്നു. தேவனுடைய the gracious compassionate face மன்னிச்சுக்கிட்டே இருந்தார். ദൈവത്തിന്റെ ആ ദയവുള്ള കൃപയുള്ള മനസ്സിലുള്ള മുഖം അത് ക്ഷമിച്ചുകൊണ്ടേയിരുന്നു. 11 o'clock compassionate gracious face. 11 മണിക്ക് മനസ്സിലുള്ള ദീർഘക്ഷമയുള്ള ആ മുഖം. 3 o'clock compassionate gracious face. 3 മണിക്ക് മനസ്സിലുള്ള കൃപയുള്ള ആ മുഖം. Okay, early morning
compassionate, gracious face, forgiving face. പുലർച്ചയ്ക്കും ക്ഷമിക്കുന്ന ആ മനസ്സിലുള്ള ദയയുള്ള മുഖം. அப்படியே பதிஞ்சிருச்சு, அப்படியே இந்த தேவனுடைய முகத்தோடு பதிஞ்சிருச்சு. അങ്ങനെ ദൈവത്തിന്റെ മുഖം അവന്റെ ഹൃദയത്തിൽ പതിച്ചു. மன்னிச்சுக்கிட்டே இருக்காரு, மன்னிச்சுக்கிட்டே இருக்காரு, மன்னிச்சுக்கிட்டே இருக்காரு, மன்னிச்சுக்கிட்டே இருக்கிறார். ദൈവം ക്ഷമിച്ചുകൊണ്ടേയിരിക്കുന്നു, ദൈവം ക്ഷമിച്ചുകൊണ്ടേയിരിക്കുന്നു, ദൈവം ക്ഷമിച്ചുകൊണ്ടേയിരിക്കുന്നു. அங்கிருந்து வந்து அடுத்த என்கவுண்டர் யாரு அப்படின்னா ஏசாதான் அடுத்த என்கவுண்டர். ആരെയാണ് അവൻ പിന്നീട് അഭിമുഖമായിട്ട് കാണുന്നതെന്ന് ചോദിച്ചാൽ യേശാവിനെ കാണും. அந்த ஃபேஸ் எப்படி ஃபேஸா இருக்குன்னா அவனும் மன்னிக்கிறான். യേശാവിന്റെ മുഖത്തെ കാണുമ്പം ദൈവത്തിന്റെ മുഖം ക്ഷമിച്ചതുപോലെ അവനും ക്ഷമിക്കുന്നു. You are shocked. യേശാവ് വളരെ ഞെട്ടിപ്പോയി. The whole night நான் என்ன ஃபேஸ பார்த்தேன் அப்படின்னா compassionate, gracious, forgiving ஃபேஸ பார்த்தேன். But you guy, you are also என் மேல இவ்வளவு இரக்கமா இருந்து என்ன மன்னிக்கிறேன். ഈ രാത്രി മുഴുവനും ഞാൻ ദൈവത്തിന്റെ ദയവുള്ള ആ മുഖത്തെ കണ്ടുകൊണ്ട് ഇപ്പോ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴും നീ അതുപോലെ എന്നെ ക്ഷമിക്കുന്ന മുഖമായിട്ട് ഞാൻ നിന്റെ മുഖത്തെ കാണും. அந்த வார்த்தையை உடனே சொல்றான். ആ വചനമാണ് അവൻ 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. அண்ணா உன்னுடைய முகத்தை கண்டது தேவனுடைய முகத்தை கண்டது போல இருக்கும். ചേട്ടാ, ചേട്ടന്റെ മുഖം കണ്ട ദൈവത്തിന്റെ മുഖം പോലെ ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. யாருடைய ஏசா யார் என்றால் flesh, மாம்சம். യേശാവ് ആരാന്ന് ചോദിച്ചാൽ ജഡം. ஏசாவை நான் வெறுத்தேன் அப்படின்னு சொன்னேன். യേശാവിനെ ഞാൻ വെറുത്തു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. அந்த மாம்சமானவனுடைய முகத்திலும் தேவன் தன்னுடைய ஃபேஸ என்ன செஞ்சார்? அந்த இண்டெக்ஸை பிரதிபலிக்க வைக்கிறார். ജഡികനായ ആ യേശാവിന്റെ മുഖത്തിലും ദൈവം തന്റെ മുഖത്തെ പ്രദർശിപ്പിക്കുന്നു, പ്രതിബിംബിക്കുന്നു. എപ്പോഴാണ്? ஒரு மனுஷன் தன்னை தாழ்த்தும் பொழுது, ഒരു മനുഷ്യൻ തന്നെ താഴ്ത്തുമ്പോ, praise the Lord, அவன் சாஷ்டாங்கமாய் விழும் பொழுது, അവൻ സാഷ്ടാംഗം പ്രണമിക്കുമ്പോ, தன்னுடைய பாவத்தை கன்ஃபஸ் பண்ணும் பொழுது, തന്റെ പാപങ്ങളെ ഏറ്റുപറയുമ്പോ, யாக்கோபா இல்ல இஸ்ரவேலாய் தேவனுடைய முகத்தை கண்டவனாய், യാക്കോബായിട്ടല്ല ഇസ്രായേലായിട്ട് ദൈവത്തിന്റെ മുഖത്തെ ദർശിച്ചവനായി. எஸ் பிரியமானவர்களே, நான் ஃபேஸ் ஆஃப் காட்க்கு நான் வரணும்னா നാം ദൈവത്തിന്റെ മുഖത്തേക്ക് വരേണ്ടിയിരിക്കുന്നു. எஸ் பைபிள்ல எவ்வளவு பேர் ஃபேஸ் ஆஃப் காடை தரிசித்தவர்கள்? ബൈബിളിൽ എത്രയോ പേര് ദൈവത്തിന്റെ മുഖത്തെ കണ്ടവരായിട്ടുണ്ട്. அவர்கள் எல்லாரும் நொறுங்கி உடைந்து நொறுங்கி இருப்பார்கள். അവരെല്ലാം നുറുങ്ങി ഉടയ്ക്കപ്പെട്ട് നുറുങ്ങിയിരിക്കുന്നവരായിരുന്നു. அவரிடத்தில் உண்டான விசுவாசம் பெரிதா இருக்கும். അവരുടെ ഇടത്തിലുണ്ടായിരുന്ന ആ വിശ്വാസം വലിയതായിരുന്നു. இந்நாட்கள்ல அவருடைய லைஃப் எல்லாம் நான் பார்க்கிறேன். நான் പിന്നീടുള്ള നാളുകളിൽ അവരുടെ ജീവിതത്തേക്ക് നാം കാണുന്നു. பிரியமானவர்களே, பெத்தேல்ல நாம் மேன்மை பாராட்டுகிறவர்களா இல்லாமல் பெத்தேலிலிருந்து நாம் ஃபேஸ் ஆஃப் காடை நாம் பார்க்கிறவர்களா இருப்போம். நாம் ബെഥേലിൽ നിന്ന് നാം പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കാതെ ബെഥേലിൽ നിന്ന് നാം പെനീലിലേക്ക് വരേണ്ടിയിരിക്കുന്നു. இவன் எப்படிப்பட்ட இவன் தேவனோடும் verse 28ல வாசிக்கிறான். 32:28ல வாசிக்கிறான். ഉൽപ്പത്തി 32ന്റെ 28ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. நிறைய பேருக்கு ஜாக்கபுக்கு மீனிங் தெரியும், இஸ்ரவேலுக்கு மீனிங் தெரியாது. പലർക്കും യാക്കോബിന്റെ അർത്ഥം അറിയാം, എന്നാൽ ഇസ്രായേലിന്റെ അർത്ഥം അറിയത്തില്ല. ஜாக்கப்னு கேட்டா உடனே சீட், கிராபர், தீஃப் என்னென்னமோ சொல்லுவாங்க. യാക്കോബിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വഞ്ചകൻ, ചതിയൻ, റീപ്ലേസ് ചെയ്യുന്നവൻ, സപ്ലാന്റർ എന്നൊക്കെ പറയും. நிறைய கிறிஸ்டியன்ஸ்க்கு என்ன மீனிங் தெரியாது, இஸ்ரவேல்னு மீனிங் தெரியாது. എന്നാൽ പല ക്രിസ്ത്യാനികൾക്കും ഇസ്രായേലിന്റെ അർത്ഥം അറിയത്തില്ല. இஸ்ரேல் என்றால் வாசிக்கிறோம் 28ல தேவனோடும் மனிதரோடும் போராடி மேற்கொண்டவர். ഇസ്രായേലിന്റെ അർത്ഥം നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് ഇസ്രായേൽ. that night அவன் தேவனோடு கூட போராடி தேவனை ஜெயித்தவன். ദൈവത്തോടു കൂടി പോരടിച്ച് ദൈവത്തെ ജയിച്ചവൻ. இப்ப மனுஷர் எப்படி போராடி மேற்கொண்டான்? മനുഷ്യനെ എങ്ങനെ അവൻ പോരാടി ജയിച്ചു? இப்ப ஏசாவை எப்படி மேற்கொண்டான்? യേശാവിനെ എങ്ങനെ അവൻ പോരാടി ജയിച്ചു? சண்டை போட்டா 400 பேரோட சண்டை போட்டு ஜெயிச்சானா? വഴക്കടിച്ച് 400 പേരോട് ചണ്ടയിട്ട് വഴക്കടിച്ചാണോ ജയിച്ചേ? பிரியமானவர்களே, அப்படி எல்லாம் மேற்கொள்ளாங்க. അങ്ങനല്ല ജയിച്ചത്. எப்படி நாம் மேற்கொள்ளணும்? ஏசாவை எப்படி நாம் மேற்கொள்ளணும்? എങ്ങനെ യേശാവിനെ നാം ജയിക്കണം? பகைஞர்களை, சத்துருக்களை நாம் எப்படி மேற்கொள்ளணும்? നമ്മളെ പകയ്ക്കുന്നവരെ നാം എങ്ങനെ ജയിക്കണം? இப்படி சாஷ்டாங்கமாய் விழுந்து நம்மை தாழ்த்தி நாம் அவர்களை மேற்கொள்ளணும். ഇങ്ങനെ സാഷ്ടാംഗ താഴെ വീണ് നമസ്കരിച്ച് കുനിഞ്ഞ് നാം അവരെ ജയിക്കേണ്ടതായിട്ടുണ്ട്. Psalm 12 ഒരു വേഴ്സ് பார்க்கிறோம். Psalm 12 12ാം സങ്കീർത്തനത്തില് നാം ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. எங்களுடைய நாவு எங்களுடையது, எங்களுடைய நாவுகளால் நாங்கள் மேற்கொள்வோம் அப்படின்னு வாசிக்கிறோம். ഞങ്ങളുടെ നാവിനാൽ ഞങ്ങൾ ജയിക്കും എന്നൊരു കാര്യം നാം അവിടെ വായിക്കുന്നു. Chapter 12 verse 4. അതിന്റെ 4ാമത്തെ വാക്യം, 12ാം സങ്കീർത്തനം 4ാമത്തെ വാക്യം, ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാനൻ ആരെന്ന് അവർ പറയുന്നു. எப்படி சிலர்லாம் தங்களுடைய நாவுகளால் பேசி ஜெயிக்கிறார்கள். ചിലരൊക്കെ സംസാരിച്ച് ജയിക്കുന്നവരാണ്. சிலர் பணத்தினால் மேற்கொள்ள பார்க்கிறார்கள். ചിലര് പണം കൊണ്ട് ജയിക്കാൻ നോക്കുന്നു. தங்களுடைய மைட்டி பவர்னால ஜெயிக்கணும்னு நினைக்கிறார்கள். ചിലര് ശക്തി കൊണ്ട് ജയിക്കാൻ പറ്റുമെന്ന്. சிலர் தங்களுடைய யுக்தியினால் இன்டெலிஜென்ஸ்னால மேற்கொள்ளணும்னு நினைக்கிறாங்க. യുക്തിയാല് ബുദ്ധിശക്തിയാല് ജയിക്കാനായിട്ട് നോക്കുന്നു. இவர்களெல்லாம் ஜேக்கப், இவர்களெல்லாம் ഇവരെല്ലാം യാക്കോബ്.
பேசி தங்களுடைய நாவுகளால், பலத்தால், பணத்தால், தங்களுடைய இன்டெலிஜென்ஸ்னால் ஜெயிக்கிறவர்கள் எல்லாரும், பேசி மேற்கொள்கிறவர்கள் எல்லாரும் யாக்கோபு. നാവുകളാൽ തങ്ങളുടെ ബുദ്ധിശക്തിയാല് പണത്താല് സ്വാധീനത്താലൊക്കെ ജയിക്കാൻ നോക്കുന്നവരെല്ലാം യാക്കോബാണ്. இஸ்ரவேல் எப்படி மேற்கொள்வான்? ഇസ്രായേൽ എങ്ങനെയാണ് ജയിക്കുന്നത്? தன்னை தாழ்த்துகிறதுனால், തന്നെ താഴ്ത്തുന്നതിനാൽ, விட்டு கொடுக்கிறதுனால், വിട്ടുകൊടുക്കുന്നതിലൂടെ, மன்னிப்பு கேட்பதினால். ക്ഷമ ചോദിക്കുന്നതിലൂടെ. பிரியமானவர்களே, நாம் പ്രിയപ്പെട്ടവരെ, இது யாரால் முடியும் அப்படின்னா தேவனுடைய முகத்தை கண்டவர்களால் முடியும். ഇത് ആർക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ മുഖം കണ്ടവർക്ക് സാധിക്കും. கர்த்தர் தாமே அந்த மேலான இடத்துக்கு நம்மை கொண்டு வருவார். ആ മേൽത്തരമായ ഇടത്തിലേക്ക് ദൈവം തന്നെ നമ്മളെ കൊണ്ടുപോകണം. ஹவுஸ் ஆஃப் காட்ல இருந்து நாம் எங்க வரணும் அப்படின்னா ஃபேஸ் ஆஃப் காட்க்கு வரணும். நாம் ദൈവഗൃഹത്തിൽ നിന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നാം വരേണ്ടിയിരിക്കും. தேவனுடைய முகத்தை கண்டவர்கள் செத்தவர்கள், ദൈവത്തിന്റെ മുഖം കണ്ടവർ മരിച്ചവരാകും. அவர்கள் டெட் பர்சன்ஸ். അവര് മൃതശരീരം. யார் எது சொன்னாலும் அவர்களுக்கு மேட்டரே கிடையாது. ആരെന്ത് പറഞ്ഞാലും അവർക്ക് അതൊന്നും കാര്യമല്ല. புகழ்ந்தாலும் சரி, இகழ்ந்தாலும் சரி. മറ്റുള്ളവർ പുകഴ്ത്തിയാലും കളിയാക്കിയാലും അവർക്ക് കാര്യമില്ല. ஓகே, ஒரு காரியத்தை சொல்லி நாம் கடந்து செல்வோம். ഒരു കാര്യത്തെ കൂടി നാം കണ്ടുകൊണ്ട് പോകാമല്ലോ. நம்மளுடைய கான்செப்ட்ஸ் நம்மளுடைய முக்கியமான விஷயம். നമ്മളുടെ മനസാക്ഷി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. நம்மளுடைய மனசாட்சி எந்த சூழ்நிலையிலும் பிரியமானவர்களை நாம் தள்ளிடக்கூடாது. നമ്മളുടെ മനസാക്ഷിയെ നാം ഒരിക്കലും തള്ളിക്കളയരുത്. நாம் இந்த വசനങ്ങളെല്ലാം നമുക്ക് தெரியும். ഈ വചനങ്ങളൊക്കെ നമുക്കറിയാം. 1 Samuel chapter 24. 1 ശമൂവേൽ 24 അധ്യായം. 1 Samuel chapter 24. 1 ശമൂവേൽ 24 അധ്യായം. அங்க நாம் டேவிட்னுடைய கான்செப்ட்ஸ் குறித்து நாம் வாசிக்கிறோம். ദാവീദിന്റെ മനസാക്ഷിയെ കുറിച്ച് നാം അവിടെ വായിക്കുന്നു. bothering concepts. അത് കുറ്റപ്പെടുത്തുന്ന മനസാക്ഷി. verse 5 വാസിக்கிறோം. 5-ാമത്തെ വാക്യം. സൗൽ ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിന്റെ മനസാക്ഷി കുത്തി തുടങ്ങി. அவனுடைய மனசாட்சி அடித்து கொண்டிருந்ததா? മനസാക്ഷി കുത്തിക്കൊണ്ടേയിരുന്നു. எதுக்கு அப்படின்னா ஒரு சவுலுடைய ஒரு தொங்கலை. ഏതുകൊണ്ടെന്ന് ചോദിച്ചാൽ, എന്തിനാൽ എന്ന് ചോദിച്ചാൽ, ശൗലിന്റെ വസ്ത്രത്തിന്റെ ആ അറ്റം ഒന്ന് മുറിച്ചു കളഞ്ഞു. ஒரு எட்ச கட் பண்ணதுக்கு என்ன ஆயிடுச்சு அப்படின்னா, ശൗലിന്റെ വസ്ത്രത്തിന്റെ ആ അറ്റം മുറിച്ചു കളഞ്ഞപ്പോഴത്തേക്കും அவனுடைய தலைய கொய்தது போல எடுத்தது போல அவனுக்கு மனசாட்சி அடித்தது. എന്നാ ശൗലിന്റെ തല അറുത്തതുപോലെയുള്ള മനസാക്ഷി കുത്താണ് ദാവീദിനുണ്ടായത്. இதான் 1 Samuel நாம் டேவிட்டை குறித்து நாம் பார்க்கிறோம். ഇതാണ് നാം 1 ശമൂവേലിൽ ദാവീദിനെ കുറിച്ച്. ஆனால் பின்னாட்கள் அவனுடைய பேக் ஸ்லைடிங் ஸ்டேஜ் 2 Samuel வாசிக்கிறோம். പിന്മാറ്റത്തിലേക്ക് പോയപ്പോൾ 2 ശമൂവേലിൽ നാം ഇങ്ങനെ വായിക്കുന്നു. உரியாவுடைய தலையவே எடுத்துட்டான். ഉറിയാവിന്റെ തലയെ അവൻ ഛേദിച്ചു കളഞ്ഞു. அவனுடைய கான்சியன்ஸ் பாதர் பண்ணல. എന്നാ അവന്റെ മനസാക്ഷി അവനെ ചെയ്യില്ല. தரவு பேக் ஸ்லைடிங். അത് വളരെ സമഗ്രമായ പിന്മാറ്റം. இந்த அளவுக்கு பிரியமானவர்கள் நம்மளோட வாழ்க்கையை ஒவ்வொரு போயிடக்கூடாது. ഇങ്ങനെ നമ്മുടെ ജീവിതം ഒരിക്കലും പോകരുത്. அவனுடைய பாவத்தை கன்விக்ட் பண்றது எதுவா இருந்ததுன்னா, ஒரு நேத்தன்கிற ப்ராஃபெட் வந்து அவனை கன்விக்ட் பண்ண வேண்டியதாயிடுச்சு. ഒരു നാഥാൻ പ്രവാചകന് വന്ന് തന്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ട് വന്ന ഒരവസ്ഥ. அருமையானவர்களே, இந்த காரியத்தை நீங்கள் எனக்கு செவிசாய்க்கும்படி உங்களை அன்போடு வேண்டுகிறேன். പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യത്തോട് നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്. நம்மளுடைய பாவம், நம்மளுடைய மீறுதல், பிழை, எரர், ஃபால்ட், சின் எதுவா இருந்தாலும் சரி, ஃபர்ஸ்ட் அட்டெம்ப்ட்லேயே ஹோலி ஸ்பிரிட் த்ரூ தி கான்சியன்ஸ் கன்விக்ட் பண்ணுகிறவர்களா இருக்கணும். நாம் നമ്മളുടെ പാപം, അകൃത്യം, ലംഘനം അത് ഏതൊരു തരത്തിലായിരുന്നാലും പരിശുദ്ധാത്മാവ് അത് ഉണർത്തുമ്പോഴേ അത് നാം ഏറ്റുപറയുന്നവരായിരിക്കണം. அது நல்ல ஸ்டேஜ். அതാണ് ഏറ്റവും നല്ല നില. சிலர் அதுல உண்மையா இருக்கிறது இல்ல. അതില് ചിലര് സത്യസന്ധരായിരിക്കുന്നില്ല. கான்சியன்ஸ் பாதர் பண்ணும் பொழுதே அதை கன்விக்ட் பண்ணும் பொழுதே அதை எடுத்துக்கிறது இல்ல. അവര് മനസാക്ഷി കുത്തിയാലും അവരൊന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. அப்படிப்பட்டவர்கள் எங்க வருவாங்கன்னா சர்ச்சில் வந்து உட்காருவாங்க. അങ്ങനെയുള്ളവരും സഭയിൽ വന്നിരിക്കും. இப்ப அந்த தேவனுடைய வார்த்தை இப்ப கடந்து வருது. അപ്പോ ദൈവത്തിന്റെ വചനം കടന്നു വരുന്നു. அது 2வது தடவையா இருக்கணும். நமக்கு 2வது தடவையா இருக்கும். അത് രണ്ടാമത്തെ നിലയായിരിക്കണം. சிலர் அதுக்கு செவிசாய்க்கிறது இல்ல. ചിലര് അതിനും ചെവി കൊടുക്കുന്നില്ല. அப்ப என்ன வேண்டியதா இருக்கு அப்படின்னா, അപ്പൊ എന്ത് ആവശ്യമായിട്ട് വരുന്നു? ப்ராஃபட் நேரடியா போய் பேச வேண்டியதா இருக்கு. പ്രവാചകൻ നേരിട്ട് നിന്ന് അവനോട് സംസാരിക്കേണ്ടതായിട്ട് വരുന്നു. இதெல்லாம் ஸ்டேஜ் பை ஸ்டேஜா கீழே போயிடுச்சுன்னு அர்த்தம். ഇതെല്ലാം പല പല നിലകളായിട്ട് താഴെ പിന്മാറ്റത്തിലേക്ക് പോയി എന്നർത്ഥം. பின்மாற்றம் தான் இதெல்லாம். பின்மாற்றம். ഇതെല്ലാം പിന്മാറ്റം. தேவன் நம்மளோடு கூட பேசி உணர்த்தி வைக்கும் பொழுதே நம்ம சரி செஞ்சிடணும். ദൈവം നമ്മളോട് മനസാക്ഷിയിൽ സംസാരിക്കുമ്പോഴേ നമ്മളത് ശരി ചെയ്യണം. இந்த காரியத்தை செய்யாத, ഇക്കാര്യത്തെ ചെയ്യരുത്. நான் சமீபம் ஒரு காரியத்தை குறித்து நான் கேட்டேன். സമീപകാലത്ത് ഒരു കാര്യം ഞാൻ ഇങ്ങനെ കേട്ടു. ஒரு சகோதரன், ഒരു സഹോദരൻ, அவருக்கு அந்த ஸ்மார்ட் போன்களை குறித்து பார்க்கதான் தெரியுதே தவிர அதனுடைய உள் ஆழெல்லாம் எப்படின்னு அதனுடைய காரியங்கள் அவருக்கு நிறைய தெரியல. സ്മാർട്ട് ഫോണിനെ കുറിച്ച് കുറച്ച് നോക്കാൻ അറിയാന്നുള്ളതല്ലാതെ അതിന്റെ വലിയ ഡീറ്റെയിൽസോ സെറ്റിംഗ്സോ ഒന്നും അറിയത്തില്ല. அது எப்படி ஹேண்டில் பண்ணலாம் கூட தெரியாது. എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്നും അറിയത്തില്ല. இவர் என்ன பண்ணிட்டாரு அப்படின்னா, அதுல சில
அசூசியான காரியங்களை உள்ளார பார்க்க ஆரம்பிச்சிட்டார். സഹോദരന് അശ്ലീലമായ ചില കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ തുടങ്ങി. அவருடைய மொபைல் என்ன ஆயிடுச்சு அப்படின்னு ஏதோ ஒரு ரிப்பேர் ஆயிடுச்சு. അദ്ദേഹത്തിന്റെ മൊബൈൽ റിപ്പയർ ആയി. அந்த மொபைல் என்ன செஞ்சாரு அப்படின்னா, தான் பார்த்ததெல்லாம் வந்து டெலிட் பண்ணிட்டாரு அவர் நினைச்சுக்கிட்டாரு. உள்ளார எல்லாம் டெலிட் பண்ணிருக்கேன் நினைச்சிருந்திருக்கிறாரு அவர். അദ്ദേഹം വിചാരിച്ചു താൻ നോക്കിയതെല്ലാം കണ്ടതെല്ലാം താൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ്. இப்ப மொபைல் கொஞ்சம் ரிப்பேர் ஆயிடுச்சுன்னு சொல்லிட்டு சர்ச்சில் உள்ள விவரம் தெரிஞ்ச ஒரு வாலிபன்ட்ட கொடுத்துட்டாரு. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു യൗവനക്കാരന്, സഭയിലുള്ള ഒരു യൗവനക്കാരന് ഈ മൊബൈൽ റിപ്പയർ ചെയ്യാനായിട്ട് കൊടുത്തു. இது என்னன்னு தெரியலப்பா, அப்படியே என்னன்னு தெரியல, அப்படி ஒர்க் பண்ணல, ப்ளீஸ் ஒர்க் பண்ணி கொடுங்க. മോനെ ഇത് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല, ഇതൊന്നും വർക്ക് ആവുന്നില്ല, ഒന്ന് നോക്കി ശരിയാക്കി തരണം. அதனுடைய செட்டிங்ஸ் பண்ற காரியங்கள் உள்ளார போய் பார்த்தா some filthy things are. എന്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ എന്റെ ഉള്ളിൽ ചെന്ന് നോക്കിയപ്പോൾ ചില അശ്ലീലമായ ചില കാര്യങ്ങൾ. இப்ப அந்த காரியம் அவருக்கு தெரிய வந்துருச்சு. ഇത് ആ പയ്യനത് കാര്യം മനസ്സിലായി. அதே சிலர்ல ரொம்ப கிளவர் ஃபெலோஸ், சபையில உள்ளவங்களாம் வச்சுக்க மாட்டாங்க, வெளியில போய் தான் மாத்துவோம். എന്നാൽ ചില ആൾക്കാർ വളരെ ബുദ്ധിശാലികൾ, അത് വെളിയിലുള്ളവരോടും കൂടി ചെന്ന് പറയുന്ന ആൾക്കാര്. ஏன்னா இங்க இருந்தா தெரிஞ்சு போயிடும்ல. ഇവിടെ ഇരുന്ന് അതൊക്കെ അത് മനസ്സിലായി തുടങ്ങുമല്ലോ. அவரெல்லாம் யார்கிட்ட காப்பாங்கன்னா வெளியில கொடுத்து எல்லாம் சரி பண்ணிக்குவோம். അങ്ങനെയുള്ളവര് സഭയിലുള്ളവർക്ക് കൊടുക്കാതെ, റിപ്പയർ ചെയ്യാൻ കൊടുക്കാതെ സഭയിൽ വെളിയിലുള്ളവർക്ക് കൊടുക്കും. അതുകൊണ്ട് സഭയിലുള്ളവർ ആരും അറിയാതിരിക്കാൻ വേണ്ടി. ஏன் இந்த பயம்? എന്തിനാണ് ഈ ഭയം? ஏன் மனுஷருக்கு பயப்படுற பயம்? എന്തിനാണ് മനുഷ്യരെ പേടിക്കുന്നത്? இப்ப ஒரு பெரிய ஒரு இடர்ல அவர் கொண்டு விட்டார். அந்த வாலிபனுக்கு ஒரு இடர்ல கொண்டு விட்டார். ആ യുവാവിന് വലിയൊരു ഇടർച്ചയായി തീർന്നു. അത് இதெல்லாம் ஹிப்போக்ரஸி. ഇതെല്ലാം കാപട്യം. எந்த அளவுக்கு தன்னுடைய மனசாட்சி அவர் கெடுத்திருந்திருக்கணும். அவர் എത്ര മാത്രം തന്നെ മനസാക്ഷിയെ അദ്ദേഹം കെടുത്തി കളഞ്ഞു കാണും. பிரியமானவர்களே, நம்மளுடைய பாவம் நம்மை துரத்தும். പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപം നമ്മളെ തുരത്തി കളയും. நாம் மறைக்கணும்னு நினைக்க முடியாது. வெளியரங்கமாகாத ரகசியம் எதுவும் கிடையாது. അത് വെളിവായിട്ട് വരാത്ത രഹസ്യങ്ങളൊന്നുമില്ല. நம் சிறிய பாவமாய் பிழையாய் இருக்கும் பொழுதே, நாம் கன்விக்ட் பண்ணும் பொழுதே நாம் கரெக்ட் பண்ணிடணும். ചെറിയ പാപമായിരിക്കുമ്പോ നമ്മുടെ മനസാക്ഷിയിലെ കുറ്റബോധം വരുമ്പോഴേ നാം അത് കർത്താവിനോട് ഏറ്റു പറയാം. இல்லாத பட்சத்தில் நம்மளுடைய விசுவாசத்தை நம்ம என்ன செய்யறோம் அப்படின்னா டேமேஜ் பண்றோம். അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ അപകടപ്പെടുത്തുന്ന നിലയിലേക്ക് വരും. சிலருக்கு பார்க்க கூடாத காரியங்களா இருக்கலாம். ചിലർക്ക് കാണരുതാത്ത ചില കാര്യങ്ങളായിരിക്കാം. சிலர் கோவப்பட்டிருக்கலாம். ചിലരുടെ കോപ சில സ്വഭാവമായിരിക്കാം. இடத்துல பொய் சொல்லி இருந்திருக்கலாம். ചിലർക്ക് കള്ളം പറയുന്ന സ്വഭാവമായിരിക്കും. எஸ், உடனடியா வாபஸ் பண்ணணும். അത് എല്ലാം പെട്ടെന്ന് തന്നെ ബാക്ക് അടിക്കണം. ஒரு 4 காரியத்தை உடனே சொல்ல விரும்புகிறேன். 4 കാര്യത്തെ ഞാൻ പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. இதெல்லாம் எபேசியன்ஸ் 4ல சொல்லப்படுது. എഫേസ്യർ 4-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. எபேசியன்ஸ் chapter 4. എഫേസ്യർ 4-ാം അധ്യായം. தேவன் அப்பொழுதுதான் அவர்களை வேற ஒரு ஸ்டேஜுக்கு அவர்களை கொண்டு போக முடியும். അപ്പോഴാണ് ദൈവത്തിന് വേറൊരു നിലയിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ஒன்னு ஆங்கிள் லெவல், அதாவது ஹோலி ஸ்பிரிட்னுடைய அந்த அனாயிண்டிங்க்கு ஒன்னு ஆங்கிள் லெவல், ஒன்னு நீ லெவல், ஒன்னு லாயின் லெவல், இன்னொன்னு நீச்சா ஸ்விம்மிங் லெவல்னு வாசிக்கிறோம். പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അത് കണങ്കാല് വരെ, മുട്ടുവരെ, അരയോളം, പിന്നെ നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റാത്ത നില. எஸ், தேவன் எதிர்பார்க்கிறார் அப்படின்னா ஒவ்வொரு லெவல்லையும் நம்மளோட ஃபெய்த்ஃபுல்னஸ் தேவன் எக்ஸ்பெக்ட் பண்றார். ഓരോ സമയത്ത് ഓരോ നിലയിലും ദൈവം നമ്മളുടെ വിശ്വസ്തതയെ ശോധന ചെയ്യും. ஆங்கிள் லெவலுக்கு ஒரு அனாயிண்டிங் இருக்கும். കണങ്കാൽ വരെയുള്ള ആ ഒരു അഭിഷേകത്തിനും ഒരു വിശ്വസ്തത വേണം. எஸ், அந்த அளவுக்கு அது ஃபெய்த்ஃபுல்லா இருக்கணும். അവിടെ ആ കണങ്കാൽ വരേക്കുള്ള വിശ്വസ്തത. நாம் வாசிக்கிற எபேசியன்ஸ் chapter 4. എഫേസ്യർ 4-ാം അധ്യായം. இதெல்லாம் நியூ பார்ன் கிறிஸ்டியன்ஸ்க்கு. ഇതെല്ലാം ശൈശവ പ്രായത്തിലുള്ള ക്രിസ്ത്യാനികൾക്കുള്ള ஒரு 4 sins பால் காண்பிக்கிறார். 4 പാപങ്ങളെ പൗലോസ് പറയുന്നു. verse 25ல வாசிக்கிறோம். 25-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, பொய்யை களைந்து பிறனுடன் மெய் பேச கடவன். ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുവിൻ. ஓகே, பொய். കള്ളം പറയുന്നത്. 26 verse 26ல 26-ാമത്തെ വാക്യം. சூரியன் அஸ்தமிக்கிறதுக்குள்ள உங்களுடைய கோபம் தனியணும். സൂര്യൻ അസ്തമിക്കുവോളം നിന്റെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. கோபம். செகண்ட் திங் கோபம். രണ്ടാമത്തെ പാപം കോപം. மூன்றாவது காரியம். മൂന്നാമത്തെ കാര്യം verse 28ல வாசிக்கிறோம். 28-ാമത്തെ വാക്യം. திருடுதல். കക്കുന്നത്. ஓகே, நம்பர் 4. നാലാമത്തെ കാര്യം verse 29 வாசிக்கிறோம். கெட்ட வார்த்தைகள். ആകാത്ത വാക്കുകൾ 29-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. பொய், கோபம், திருட்டு, கெட்ட வார்த்தை. കള്ളം, കോപം, കട്ടെടുക്കുന്നത്, ആകാത്ത വാക്കുകൾ സംസാരിക്കുന്നത്. இந்த 4 காரியங்களையுமே ഈ 4 കാര്യങ്ങളും அது முடிச்சிடணும். സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ കാര്യങ്ങളെല്ലാം തീർപ്പാക്കണം. 9 o'clock ஒரு பொய் சொல்லிட்டோம். 9 மணிക്ക് ഒരു പാപം സംഭവിച്ചു പോയി, ഒരു കള്ളം പറഞ്ഞു പോയി. சூரியன் அஸ்தமிக்கிறதுக்குள்ள செட்டில் பண்ணிடணும். സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ അതെല്ലാം സെറ്റിൽ ആക്കണം. நான் உங்கள்கிட்ட காலையில நீங்க ஒரு கேள்வி கேட்டீங்க. ബ്രദറെ, രാവിലെ എന്നോടൊരു ചോദ്യം ചോദിച്ചു.
நான் உன்கிட்ட நான் தவறா சொல்லிட்டேன். ഞാനത് കള്ളമായിട്ടാ എന്റെ ഉത്തരം പറഞ്ഞേ. என்ன மன்னிச்சிருங்க, அது உண்மை இல்ல. എന്നോട് ക്ഷമിക്കണം, അത് സത്യമല്ല ഞാൻ நான் പറഞ്ഞേ. ஆஃப் ட்ரூத் தான் உங்கள்கிட்ட பேசினேன். ഞാൻ അർത്ഥസത്യം, പകുതി സത്യമാണ് இப்ப நான் அதர் താങ്കളോട് പറഞ്ഞത്. ஃபுல் ட்ரூத் இப்ப பேசுறேன். ഞാനിപ്പം മുഴുവൻ സത്യം ഇപ്പം പറയാം. சாரி, என்ன மன்னிச்சிருங்க. എന്നോട് ക്ഷമിക്കണം. எஸ், செட்டில் So- பண்ணிடணும். അങ്ങനെ സെറ്ററേറ്റ്, അങ്ങനെ ശരിയാക്കണം. காலையில 9 o'clock 10 o'clock ஒரு கோவப்பட்டோம். 9-10 മണി ആയപ്പോ ഒരു കോപം വന്നു. ஓகே, இமிடியேட்டா ഉടനെ அது சரி செஞ்சிடணும். അത് ശരിയാക്കണം, அதுக்கு மன்னிப்பு கேட்டுறணும். അതിന് ക്ഷമാപണം നടത്തണം. சூரியன் அஸ்தமிக்கிறதுக்குள்ள செஞ்சிடணும். സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ അത് കാര്യങ്ങൾ ஒரு ചെയ്യണം. கெட்ட வார்த்தை பேசியிருப்போமானால், ഒരു ആകാത്ത വാക്ക് പറഞ്ഞു, ஒரு திருடி இருப்போமானால், ഒരു കട്ടെടുക്കുന്ന ഒരു കാര്യം നടന്നു. இந்த காரியத்தை யாரும் செய்யல அப்படின்னா ഇത് ആര് ഈ കാര്യങ്ങൾ ആര് ചെയ്യുന്നില്ല എന്ന് Yes. ചോദിച്ച ஆங்கிள் லெவல்லே அவர்கள் ஃபெயிலியர்ஸ். அவர்கள் അത് കണങ്കാൽ നിലയിൽ തന്നെ അവര് പരാജയങ്ങളാണ്. அதுக்கு அப்புறம் நீ லெவல், லாயின் லெவல், ஸ்விமிங் லெவலுக்குலாம் தேவன் கொண்டு போக மாட்டார். അവര് മുട്ടോളം അരയോളം നീന്തി എന്ന ലെവൽ അങ്ങനെയുള്ള തലങ്ങളിലേക്കൊന്നും അവരെ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. சோ அப்படிப்பட்ட சூழ்நிலைகளில் நம்மளுடைய கான்சென்ஸ் நம்மளோடு கூட பேசி உணர்த்தி வைக்கும் பொழுது உடனடியே சரி செஞ்சிடணும். അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ മനസാക്ഷിയോട് സംസാരിക്കുമ്പോൾ ഉടനെ തന്നെ നമ്മളത് ശരിയാക്കണം. கான்சென்ஸ் ஒரு கூவுகிற ஒரு மனசாட்சி, ஸ்மிச்சன் கான்சென்ஸ், ஒரு பாதரிங் கான்சென்ஸ் இன்னைக்கு இருக்கணும் நமக்கு. നമ്മളുടെ മനസാക്ഷി ഒരു കുറ്റപ്പെടുത്തുന്ന, കുത്തുണ്ടാകുന്ന ഒരു മനസാക്ഷിയായി മാറണം. ஒரு காரியத்தை மணி ரிலேட்டட் திங். പണസംബന്ധമായിട്ടുള്ള ഒരു കാര്യം. 2 Kings chapter 6. 2 രാജാക്കന്മാർ 6-ാം അധ്യായം. பிரியமானவர்களே, நாம் கடன்படாத ஒரு வாழ்க்கை வாழ்வதை குறித்து நம்மளுடைய சர்ச்சஸ்ல நாம் அதிகமாய் பேசி வருகிறோம். കടംപെട്ടിരിക്കാതെ, കടം വാങ്ങിയിട്ടിരിക്കുന്ന അവസ്ഥയിലല്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് നമ്മൾ നമ്മുടെ സഭയിൽ ധാരാളം കേട്ടിട്ടുണ്ട്. பேங்க் ரிலேட்டட் டெப்ட்ஸ் குறித்து நாம் லோன்ஸ் குறித்து நாம் சொல்வதில்லை. ബാങ്ക് സംബന്ധമായിട്ടുള്ള ലോണുകളെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല. சில மனுஷரிடத்துல நாம் நிறைய கடன் வாங்கியிருப்போம், திரும்ப செலுத்தியிருக்க மாட்டோம். ചില മനുഷ്യരിൽ നിന്ന് നാം പല കടങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും, അത് തിരിച്ചു കൊടുത്തിട്ടുണ്ടാകത്തില്ല. சிலர்லாம் அந்த மாதிரி அதுல ஃபெய்த்ஃபுல்லா இருக்கிறது இல்ல. ചിലരൊന്നും അതില് വിശ്വസ്തരായിട്ടിരിക്കുന്നില്ല. ஒண்ணு வாங்கணும்னா திரும்ப செலுத்தணுங்கிறதான ஃபெய்த்ஃபுல்னஸ். ഒന്ന് വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണമെന്നുള്ള ആ വിശ്വസ്തത. 2 Kings chapter 6. 2 രാജാക്കന്മാർ 6-ാം അധ്യായം. ஒரு தீர்க்கதரிசிகளின் புத்திரர்கள் விறகு வெட்டுறதுக்காக ஜோர்டான் ரிவருக்கு போயிருப்பாங்க. പ്രവാചകന്റെ പുത്രന്മാർ വിറക് വെട്ടാനായിട്ട് യോർദാൻ നദിയിലേക്ക് പോയി. verse 5. 5-ാമത്തെ വാക്യം. 2 Kings chapter 6 verse 5. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. நல்ல கான்செப்ட்ஸ், இப்படிப்பட்ட கான்செப்ட்ஸ் தான் நமக்கு இருக்கணும். അത് നല്ല മനസാക്ഷി, ഇങ്ങനെയുള്ള മനസാക്ഷിയാണ് നമുക്ക് വേണ്ടത്. ஐயோ என் ஆண்டவனே, அது இரவலாக வாங்கப்பட்டதே. അയ്യോ കഷ്ടം, യജമാനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. கடன் இரவலா வாங்கினார், கைமாத்த வாங்கினார். അത് കൈമാറ്റമായിട്ട് രാത്രിയിലാണ് അത് വാങ്ങിച്ചത്. அதுக்கு சேதம் வந்துருச்சு. இப்ப അത് നഷ്ടപ്പെട്ടു. இப்ப அது சேதத்தை நம்ம என்ன செய்யணும்? அதை ஒத்துக்கொள்ளணும் இல்ல? ആ നഷ്ടത്തെ നമ്മൾ നികത്തണമല്ലോ. ஒரு வார்த்தை இருக்கு, எக்ஸோடஸ்ல இருக்கு. எக்ஸோடஸ் പുറപ്പാട് പുസ്തകം. ஒரு கால் இவனுக்கு தீர்க்கதரிசிகளின் புத்திரரா இருக்கிற அப்படின்னா இந்த வேர்ஸ் அவனுக்கு தெரிஞ்சிருந்திருக்கலாம். പ്രവാചകന്മാരുടെ പുത്രന്മാരായിരിക്കുന്നതിനാല് ഈ വാക്യം അവന് പരിചയമായിരുന്നിരിക്കണം. மோசஸ் இதெல்லாம் குறித்து எழுதி கொடுத்திருக்கிறார். മോശ ഇതിനെ കുറിച്ചെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. എക്സോഡസ് chapter 22. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം verse 14. 22-ന്റെ 14-ാമത്തെ വാക്യം. ഇങ്ങനെ നാം അവിടെ വായിക്കുന്നു. ഒരുത്തൻ കൂട്ടുകാരനോട് വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥൻ അരികെ ഇല്ലാതിരിക്കെ വല്ല കേട് ഭവിക്കുകയോ ചത്തുപോവുകയോ ചെയ്താൽ അവൻ പകരം കൊടുക്കണം. மோசஸ் எல்லாம் எழுதி கொடுத்திருக்காரு. ஸ்மால் டீடைல்ஸ் எல்லாம் கூட எழுதி கொடுத்திருக்காரு. മോശ ഈ ചെറിയ ഡീറ്റെയിൽസ് കൂടെ അത് എഴുതി കൊടുത്തിട്ടുണ്ട്. ஒருத்தர் நீங்க சர்ச்சில் ஒரு 2 வீலர் வாங்கிட்டு போறீங்க. ചർച്ചിൽ നിന്ന് നമ്മള് സഭയിൽ നിന്ന് ഒരു 2 വീലർ ഇരുചക്ര വാഹനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ஒரு இடத்துல வந்து எங்கேயோ வண்டி மோதிருச்சு. എവിടെ വെച്ചെന്നാ വണ്ടി ഒന്ന് ഇടിച്ചു. சாரி பிரதர், அப்படியே கொடுத்துடலாம் அந்த வண்டியை. സോറി ബ്രദർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് വണ്ടിയെ തിരിച്ചു കൊടുത്തിട്ട് പോകാൻ പറ്റുമോ? சிலர்லாம் இருக்காங்க, ஒண்ணுமே நடக்காத போல கொண்டு வச்சுருவாங்க. ചിലര് ഒന്നും നടക്കാത്ത പോലെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും. அவரெல்லாம் யாக்கோபு, அவரெல்லாம் ரட்சிக்கப்படவே இல்லை. അവരുടെ യാക്കോബ് ഇനി രക്ഷിക്കപ്പെടാത്ത ആൾക്കാരാ. வண்டியில என்ன நடந்துச்சுன்னு தெரியாதபடிக்கே கொண்டு வந்து வச்சிட வேண்டியது. വണ്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലാവാതെ വണ്ണം ചെന്ന് അതുപോലെ ചെന്ന് അതേ പൊസിഷനിൽ കൊണ്ടുവച്ചു. ஜாக்கப்ல என்ன செய்வாங்கன்னா வண்டியை ஃபுல்லா அப்படி பார்ப்பாங்க. യാക്കോബ് വണ്ടിയെ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടൊന്ന് നോക്കും, നിരീക്ഷിക്കും. കണ്ണാടിയെ പാക്കരുത്, அதை பாக்குறது எல்லாத்தையும் சுத்தி பாக்குறது. കണ്ണാടി ബോണറ്റും ഡാഷ്ബോർഡും എല്ലാം നന്നായിട്ട് നോക്കും.
ஓகே ஒண்ணுமே நடக்கல. ഒന്നും നടന്നിട്ടില്ല. சரி அப்ப ஏன் சொல்லுவானே? ഇനിയിപ്പോ എന്തിനാ പോയി പറയുന്നേ? அப்படியே கொண்டு போய் வச்சிருட்டு. ഇങ്ങനെ പോയി കൊണ്ടുവച്ചിട്ട് വരാം. ஃபெய்த்ஃபுல்னஸ். അത് വിശ്വസ്തതയല്ല. ஒண்ணுமே நடக்கலனாலும் சரி. ഒന്നും നടന്നില്ലെങ്കിൽ പോലും பிரதர் நான் போனேன், வண்டி எடுத்துட்டு போனேன். ബ്രദറെ ഞാൻ വണ്ടി എടുത്തോണ്ട് പോയി. சின்ன ஒரு இடத்துல வண்டி விழுந்துருச்சு அப்படி. ചെറിയൊരിടത്തിൽ അത് വണ്ടി ഒന്ന് വീണു. நான் நினைக்கிறேன் nothing happened நினைக்கிறேன். ഒന്നും സംഭവിച്ചില്ലെന്നാ ഞാൻ വിചാരിക്കുന്നേ. நீங்க ஏதாவது இப்படி பாத்தீங்கன்னா ப்ளீஸ் டெல் மீ. ഇനി ബ്രദർ എന്തെങ്കിലും കണ്ട എന്നോട് ദയവ് തന്നെ അവിടെ അത് പറയണം. இதான் வாக்கிங் இன் தி லைட். അതാണ് വെളിച്ചത്തിൽ നടക്കുന്നത്. சிலர் அதை கூட மறைச்சிடுறாங்க. അത് ചിലര് അതും കൂടെ മറയ്ക്കുന്നു. ஏதாவது ஒரு சேதம் உண்டானுச்சுன்னா அந்த சேதத்தை நம்ம சரி செய்யணும். എന്തെങ്കിലും നഷ്ടം ഉണ്ടായാൽ അത് ശരി ചെയ്യേണ്ടതായിട്ട് ശരിയാക്കേണ്ടതായിട്ടുണ്ട്, നികത്തേണ്ടതായിട്ടുണ്ട്. சிலர் கார் எடுத்து போவாங்க, சில பேர் இரவுலாம் கார் வாங்கி போவாங்க. ചിലര് രാത്രിയിലെ കാറും എടുത്തോണ്ട് പോവും. அந்த காருக்கு அதுக்கு டீசல் போடணும், ஃபியூல் போடணும் கூட மைண்ட் இருக்காது. ആ കാറിന് ഡീസലോ പെട്രോളോ ഒഴിക്കണം എന്നുള്ള കാര്യം പോലും മനസ്സിലില്ല അവർക്ക്. எல்லாம் பொருளாசை உடையவர்கள். അതെല്ലാം ദ്രവ്യാഗ്രഹം, പണത്തിന്റെ ആഗ്രഹം. சில டீசல் போடுவாங்க, ஃபியூல் போடுவாங்க. எப்படி ஃபியூல் போடுவாங்க அப்படின்னா, ചിലര് എങ്ങനെയാണ് ഡീസൽ ഒഴിക്കുന്നതെന്ന് ചോദിച്ചാൽ, ஓகே இங்க இருந்து கோட்டயம் இவ்வளவு தூரம், ഇങ്ങനെ കോട്ടയം ഇത്ര ദൂരം. we are in கோட்டயம் no. ഇപ്പൊ നമ്മൾ കോട്ടയത്താണല്ലോ. கொச்சின் இவ்வளவு கிலோமீட்டர். ഇത്ര കിലോമീറ്റർ. ஓகே அப் அண்ட் டவுன் இவ்வளவு கிலோமீட்டர். അപ്പ് ആൻഡ് ഡൗൺ ഇത്ര കിലോമീറ്റർ ഉണ്ട്. ஓகே ഓക്കെ. இந்த வெஹிக்கிள் வந்து என்ன வெஹிக்கிள்? திஸ் இஸ் ஹோண்டா. ഇത് ഹോണ്ട വാഹനമാണ്. ஓகே இதுக்கு வந்து எத்தனை கிலோமீட்டர் கொடுக்கும்? அதுக்கு എത്ര കിലോമീറ്റർ മൈലേജ് ഉണ്ട്? നല്ല covetous people. കണക്കുകൂട്ടലുകള് വളരെ ദ്രവ്യാഗ്രഹികളായിട്ട് അവര് അങ്ങനെ കണക്ക് കൂട്ടും. ஓகே இத்தனை லிட்டர்ஸ் வருது, ഇത്ര ലിറ്റർ ഉണ്ട്. ஓகே அத்தனை லிட்டர் மட்டும் கரெக்டா போடுறாங்க. കറക്റ്റ് ആയിട്ട് അത്ര ലിറ്റർ മില്ലി ലിറ്റർ കൊണ്ട് ഒഴിക്കുന്നു. அளந்து கரெக்டா அளந்து செய்கிறவர்கள். അളന്ന് കറക്റ്റ് ആയിട്ട് ചെയ്യും. அப்ப அந்த வண்டியினுடைய தேய்மானம், ആ വണ്ടിയുടെ വേറെ തേയ്മാനം, அந்த வண்டியை இவ்வளவு எடுத்துட்டு போயிட்டு வந்திருக்காங்களே, ஒரு டிரைவர் போட்டிருந்தா எவ்வளவு ஆயிருந்திருக்கும், ഒരു வெளியில ഡ്രൈവർ ஒரு வண்டியை ஹயர் பண்ணியிருந்தா எவ்வளவு ஆயிருக்கும் கூட கொஞ்சம் கூட க்ளூவே இருக்காது. ഒരു ഡ്രൈവറിനെ വിളിച്ച് വെളിയിൽ നിന്നൊരു വണ്ടി എടുക്കേണ്ടി വന്നാൽ എത്ര ആയിരിക്കും എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചൊരു ക്ലൂ പോലും അവർക്കില്ല. எல்லாம் சீக்கிங் their own. അവരെല്ലാം തനക്കുള്ളതിനെ അവരന്വേഷിക്കുന്നു. covetousness. അത് ദ്രവ്യാഗ്രഹം. அப்ப நேரத்துல கான்ஷியன்ஸ், ஷார்ப் கான்ஷியன்ஸ் நமக்கு வேணுமே. അവിടെ മൂർച്ചയുള്ള ഒരു മനസ്സാക്ഷി നമുക്ക് വേണം. நான் இரவில் வாங்கினது உண்டானால், ഞാൻ രാത്രിയിൽ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, அது ஒரு சேதம் ஆனிச்சுன்னா கூவுகிற மனசாட்சி. അത് നഷ്ടപ്പെടുമ്പോ കൂവുന്ന ആ മനസാക്ഷി. சிலர்லாம் அந்த கூவுகிற மனசாட்சியே கிடையாது. ചിലർക്ക് അങ്ങനെയുള്ള കൂവുന്ന ഒരു മനസാക്ഷി ഇല്ല, നിലവിളിക്കുന്ന മനസാക്ഷി ഇല്ല. அப்படிப்பட்டவர்களுக்கு தான் என்ன செய்யணும்? இரும்பு மிதக்கும். അങ്ങനെയുള്ളവർക്കാണ് that iron. അങ്ങനെ ഉള്ളവർക്കാണ് ഇരുമ്പ്. let us turn to second 2 രാജാക്കന്മാർ chapter 6. miracle நான் பார்க்கிறோம். അങ്ങനെയുള്ളവർക്ക് അത്ഭുതം അവിടെ സംഭവിക്കുന്നു. எப்படி அற்புதம் நடக்கும்? എങ്ങനെ അത്ഭുതം നടക്കുന്നു? see second Kings chapter 6 verse 6. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. இரும்பு மிதந்ததுன்னு வாசிக்கிறோம். ഇരുമ്പ് പൊങ്ങി വന്നു എന്ന് വായിക്കുന്നു. பிரியமானவர்களே, இரும்பு எங்கேயாவது வாழ்க்கையில மிதக்குமா? എവിടെങ്കിലും ഇരുമ്പ് പൊങ്ങി കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? இரும்பு மிதக்கும். ഇരുമ്പ് പൊങ്ങി കിടക്കും. எவ்வளவு டெப்த்ல இருந்தாலும் சரி இரும்பு மிதக்கும். എത്ര ആഴത്തിലായിരുന്നാലും ഇരുമ്പ് പൊങ്ങും. எவ்வளவு வெயிட்டா இருந்தாலும் சரி இரும்பு மிதக்கும். ഭാരം ഉണ്ടെങ്കിലും ആ ഇരുമ്പ് പൊങ്ങും. that means நம்மளுடைய கடன் எத்தனை லட்சமா இருந்தாலும் சரி, எத்தனை வருஷத்துக்கு கடனா இருந்தாலும் சரி, மிதக்குமான்னு கேட்டா மிதக்கும். അതിന്റെ അർത്ഥം എത്ര ലക്ഷം കടവായാലും, എത്ര നാളായിട്ടുള്ള, എത്ര വർഷങ്ങളായിട്ടുള്ള കടമാണെങ്കിലും ആ ഇരുമ്പും പൊങ്ങും. എപ്പോഴാ? கான்சியன்ஸ்ல என்ன இருக்கணும்னா ஒரு பாதரி இருக்கணும். മനസാക്ഷിയിൽ ഒരു കുത്തുണ്ടായിരിക്കണം. നമ്മളെ കണ്ടം പണിക്ക കൂടെ നമ്മളെ മനസാക്ഷിയിലെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. there's no need for discouragement and condemnation, self condemnation. നിരാശയുടെയോ സ്വയം കുറ്റബോധത്തിന്റെയോ ഒരു ആവശ്യമില്ല. യേശുവേ என்னோட கடனை நீங்க தீர்க்கணும், நான் உதவி செய்யுங்க, எனக்கு കടം തീർക്കണം, എനിക്ക് എന്നെ സഹായിക്കണേ. ஒரு கான்சியன்ஸ்ல ஒரு இருந்துட்டே அடிச்சுட்டே இருக்கணும். ഒരു മനസാക്ഷിയിൽ ഒരു കുത്തല്, ഒരു നീറ്റല് ഇരുന്നുകൊണ്ടേ ഇരിക്കണം. இப்படிப்பட்டவருடைய வாழ்க்கையில இரும்பு மிதக்கும். பிரியமானவர், അങ്ങനെയുള്ളവരുടെ ജീവിതത്തില് ഇരുമ്പ് പൊങ്ങും. சில தங்களுடைய கடன் எவ்வளவு லட்சக்கணக்கில் கடன் இருக்கு, ஆனால் അവർ செலவு பண்றதெல்லாம் பாத்தீங்கன்னு வச்சுக்கோங்க. ചിലരുടെ കടം ലക്ഷക്കണക്കിനുണ്ട്, എന്നാൽ അവര് ചെലവ് ചെയ്യുന്ന വിധത്തെയൊക്കെ കണ്ട. இந்த வார்த்தை சொல்லி நான் முடிக்க விரும்புகிறேன். ഈ വചനം കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. கான்ஃபரன்ஸ் டைம்ல சொன்னா எனக்கு தெரியல, ഞാൻ കോൺഫറൻസ് ടൈമിൽ അത് പറഞ്ഞു വരുമെന്ന് അറിയത്തില്ല. ஒரு ஃபேமிலி ഒരു കുടുംബത്തെ എനിക്ക് അറിയാം. அவங்களுடைய
ஒரு அவங்க வீட்டுல உள்ளதான ஒரு பர்த்டே ஃபங்க்ஷனுக்காக என்ன வர சொல்லியிருந்தாங்க. അവരുടെ വീട്ടിലുള്ള ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ, പിറന്നാൾ ആ ഒരു ചടങ്ങിന് എന്നെ ക്ഷണിച്ചു. என்னையோ இல்ல சர்ச்சில் உள்ள பிரதர்ஸை கூப்பிட்டாங்க. എന്നെയോ ചർച്ചിലെ സഹോദരങ്ങളെ വിളിച്ചു. நான் பர்த்டே பார்ட்டி எங்கன்னு கேட்டேன். പിറന്നാൾ ചടങ്ങ് അത് എവിടാണെന്ന് ചോദിച്ചു. ஃபர்ஸ்ட் பர்த்டே ആദ്യത്തെ പിറന്നാൾ ஒரு ஹோட்டல் அரேஞ்ச் பண்ணிருக்காங்க. ഒരു ഹോട്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. அதுல அந்த ஹோட்டல் ஹாலுக்கு உண்டான ரெண்ட் பிளஸ் சாப்பாடு எல்லாத்துக்கும் சேர்த்து அந்த செலவு. ഹോട്ടൽ ആ ഹോളിന്റെ വാടക, അതിന്റെ ഭക്ഷണം, അതിന്റെ എല്ലാം ചേർത്തുള്ള ചെലവ്. இந்த சைடுல உள்ள ரிலேஷன்ஸ், அந்த சைடுல உள்ள ரிலேஷன்ஸ், ഈ സൈഡിലുള്ള சர்க்கிள் எல்லாத்தையும் கூப்பிட்டாங்க. ബന്ധുക്കൾ, അപ്പന്റെ സൈഡില് അമ്മയുടെ സൈഡിലുള്ള ബന്ധുക്കള്, ഫ്രണ്ട്സ്, സുഹൃത്തുക്കള്, പരിചയക്കാരെ എല്ലാം വിളിക്കുന്നു. அவருக்கு எக்கச்சக்கமான வெளியில எல்லாம் அவுட்ஸ்டாண்டிங் டெப்ஸ் நிறைய இருக்கு. എന്നാൽ നിറയെ കടങ്ങള് എല്ലാം അവിടെ എവിടെയായിട്ട് അദ്ദേഹത്തിനുണ്ട്. கொஞ்சம் கூட என்ன இல்ல அப்படின்னு ஒரு க்ளூ கொஞ்சம் கூட இல்ல, ஒரு கான்சியன்ஸ் பாதர் பண்ணல. അതിനെക്കുറിച്ച് മനസാക്ഷിയിൽ ഒരു കുത്തല് കൂടെ ഇല്ല. எனக்கு இவ்வளவு கடன் வெளியில நிக்குது, എനിക്ക് ഇത്ര കടമുണ്ടല്ലോ, எனக்கு இந்த பர்த்டே பார்ட்டி தேவையா? ഈ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ, പിറന്നാൾ ആഘോഷമൊക്കെ എനിക്ക് വേണോ? இவர்கள் எல்லாரும் சிஎஃப்சி ஹவுஸ் ஆஃப் காட் அப்படின்னு நேமே பாராட்டுகிறார். ഇവരെല്ലാം CFC എന്നുള്ള വലിയ പൊങ്ങച്ചം പറയുന്ന ആൾക്കാരാ. இன்னும் ஃபேஸ் ஆஃப் காட பார்க்கல. എന്നാൽ ഇതുവരെയും ദൈവത്തിന്റെ മുഖത്തെ അവർ കണ്ടില്ല. ஃபேஸ் ஆஃப் காட பார்த்திருந்தாங்கன்னா நொறுங்கி இருந்திருப்பாங்க. ദൈവത്തിന്റെ മുഖത്തെ കണ്ട അവർ നുറുങ്ങിയിരിക്കും. பண விஷயத்துல ஃபெய்த்ஃபுல்லா இருந்திருப்பாங்க. പണത്തിന്റെ വിഷയത്തിൽ അവർ വിശ്വസ്തരായിരുന്നിരിക്കും. அவங்க கான்சியன்ஸ் பாதரிங் கான்சியன்ஸா இருக்கும். അവരുടെ മനസാക്ഷി കുത്തുന്ന മനസാക്ഷിയായി. எப்படி இந்த பணத்தை திரும்ப அடைக்கலாம் அப்படின்னு இருக்கும். എങ്ങനെ ഈ പണത്തെ തിരിച്ചടയ്ക്കാം എന്ന് അവർ ചിന്തിക്കും. இல்லையே, അതിനെ കുറിച്ചൊരു ചിന്തയില്ല. பிரியமானவர்கள், പ്രിയപ്പെട്ടവരെ, அப்படிப்பட்ட காரியங்கள் நம்ம மத்தியில் இல்லாதபடிக்கு நம்ம என்ன செய்வோம் அப்படின்னா, ഇങ്ങനെയുള്ള കാര്യങ്ങൾ நம்மளுடைய கான்சியன்ஸ் ஒரு காலம் நாம் தள்ளிட வேண்டாம். ഇല്ലാതിരിക്കത്തക്കവണ്ണം നമ്മളുടെ മനസാക്ഷിയെ നാം ഒരിക്കലും തള്ളിക്കളഞ്ഞേ കൂടാ. நம்மளுடைய பொருளாசையை நாம் நியாயந்தீர்த்தவர்களா இருப்போம். നമ്മളുടെ പണത്തിനുള്ള ആഗ്രഹത്തെ, ദ്രവ്യാഗ്രഹത്തെ നാം അതിനെ തള്ളിക്കളയണം. நம்மளுடைய பார்ஷியாலிட்டி நாம் நியாயந்தீர்த்து, നമ്മളുടെ പക്ഷഭേദത്തെ കുറിച്ച് നാം ന്യായം വിധിക്കണം. நம்மளுடைய செல்ஃப் சுய பலனை, செல்ஃப் பவரை குறித்து நாம் நியாயந்தீர்க்கிறவர்களா കുറിച്ച് നാം ന്യായം വിധിക്കുന്നവരായിരിക്കണം. நம்மளுடைய பெருமையை நாம் நியாயந்தீர்க்கிறவர்களா இருப்போம். നികളത്തെ കുറിച്ച്, അഹങ്കാരത്തെ കുറിച്ച് നാം ന്യായം വിധിക്കുന്നവരായിരിക്കും. இதெல்லாம் இருக்கும் பொழுது நம்மளுடைய கான்சியன்ஸ் சேதப்படாதபடிக்கு காக்கப்படும். ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളുടെ മനസാക്ഷി നഷ്ടം സംഭവിക്കാതെ, അത് അപകടത്തിലാകാതെ അത് സംരക്ഷിക്കപ്പെടും. பரிசுத்த பிதாவை துதிக்கிறோம். പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. எங்களுடைய மனசாட்சி ஷார்ப் மனசாட்சியா இருக்கு. ഞങ്ങളുടെ മനസാക്ഷി ഏറ്റവും മൂർച്ചയുള്ള മനസാക്ഷി ആയിരിക്കട്ടെ കർത്താവേ. சென்சிட்டிவா இருக்கு. അത് ഏറ്റവും സ്പർശതയുള്ളതായിരിക്കട്ടെ. ஒருபாது எங்களுடைய மனசாட்சியில நாங்கள் சூடு போற்ற வேண்டாம். ഒരു കാലത്തും ഞങ്ങളുടെ മനസാക്ഷി ചൂടുവെച്ചവരായിട്ട് ആയി തീരരുതേ കർത്താവേ. எங்கள் மேல் இரக்கமாயிருங்க. ഞങ്ങളോട് കരുണ തോന്നണം കർത്താവേ. நாங்கள் நொறுங்கினவர்களா இருக்கட்டும். ഞങ്ങള് നുറുക്കമുള്ളവരായിരിക്കട്ടെ. பரிசுத்தமும் நொறுங்கினவருள்ள ஒரு வாழ்க்கை வாழ, പരിശുദ്ധിയും നുറുക്കവും ഉള്ള ഒരു ജീവിതം ഞങ്ങൾ ജീവിക്കട്ടെ കർത്താവേ. இயேசுவின் நாமத்தில் பிதாவே. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ஆமென். ആമേൻ.